സൂറത്തുൽ കഹ്ഫ് 23-ാം ഭാഗം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا وشافع المشفع محمد بن عبد الله رسول الله صلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. صدق الله مولانا العلي العظيم. وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സ്നേഹനിധികളായ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഈ ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് സ്വാലിഹീങ്ങളായ ഇബാദിൽ ചേരാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ നമ്മൾ മറന്നുപോയത് എന്നാൽ അല്ലാഹു മറക്കാത്തത് എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തന്ന് മാപ്പ് തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും കുറ്റവും കുറവും നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും അപാകതകളും എന്തോ അത് മനസ്സിലാകത്തക്ക ഉൾക്കാഴ്ചകൾ അല്ലാഹു നമുക്കൊക്കെ നൽകിയിരിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മളിലും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുമായി മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. സ്വർഗീയ ജീവിതം അവരുടെ ഖബർ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അല്ലാഹു നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ ഏകദേശം മധ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ സമ്പാദ്യം നൽകപ്പെട്ട ആളിൻ്റെയും അത് നിഷേധിക്കപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട മനുഷ്യൻ്റെയും ചരിത്രം പറഞ്ഞ് അല്ലാഹു തആല ആ വിഷയങ്ങൾക്കൊരു പരിഹാരം പറയാണ്. സാമ്പത്തികമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സമ്പത്ത് നൽകി പരീക്ഷിക്കുകയാണെങ്കിൽ
എന്താണ് അതിൻ്റെ പരിഹാരം? സമ്പത്തില്ലാത്തവർക്കുള്ള പ്രശ്നം സമ്പത്തില്ല എന്നതാണ്, അല്ലേ? പക്ഷെ അതൊരു പരീക്ഷണമാണെന്നാണ്. സമ്പത്തുള്ളവർക്ക് അത് ഉണ്ട് എന്നതൊരു പരീക്ഷണമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൈകളിലേക്ക് നൽകുന്നത് നമുക്ക് മാത്രമുള്ളതല്ല. എത്രയോ ആളുകളുടെ റിസ്ക് നമ്മുടെ കൈകളിൽ അല്ലാഹു തരുന്നു, നമ്മൾ വീതിച്ചു കൊടുക്കാൻ. നമ്മുടെ ആവശ്യവും കഴിഞ്ഞ് അല്ലാഹു തരുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളുടെ റിസ്ക്കാണ്. അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ഇത്ര കിട്ടി, നമ്മൾ എന്ത് ചെലവഴിച്ചു? നമ്മൾ കൂടുതൽ കിട്ടണമെന്ന് അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ റുസിഖ കഫാഫൻ, ഓരോരുത്തർക്കും ആവശ്യമായത് കിട്ടുകയാണെങ്കിൽ അവൻ വലിയൊരു സൗഭാഗ്യവാനാണ്. ആവശ്യങ്ങൾ നടക്കുക, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുക, കുറേ കിട്ടുക എന്നതല്ല വിഷയം. ദാരിദ്ര്യമില്ലാതിരിക്കുകയും അള്ളാഹുവിനോട് അവൻ തരുന്നതിൽ ബറക്കത്തിനെ ചോദിക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പൊ സമ്പത്ത് കൊണ്ടൊരു അഹങ്കാരമോ ഒരു താൻപോരിമയോ ഒരു ഷോ ഓഫോ ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമല്ല. അതിന് പരിഹാരം അള്ളാഹു നിർദ്ദേശിച്ച ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത്. ഈ സൂറയിൽ ആദ്യം ചർച്ച ചെയ്ത വിഷയം ഫിത്നത്തുദ്ദീൻ, നമ്മുടെ ദീനിൽ വരുന്ന ഒരു ഫിത്നയെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും, അതിന് അല്ലാഹു നൽകുന്ന പ്രതിവിധിയായിരുന്നു വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. ഇസ്ലാമികമായി ജീവിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്, തെറ്റുകളിലേക്ക് പോവുകയാണ്, തിന്മകളിലേക്ക് നീങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു കൂട്ടുകെട്ടുണ്ടാക്കണം. നല്ല ഒരു സൗഹൃദ ബന്ധത്തിന്റെ കൂടെയായാൽ നിങ്ങളുടെ ഈമാൻ സുരക്ഷിതമാവും. അതാണ് അതിന്റെ പരിഹാരം. 4 ഫിത്നകളെ കുറിച്ചാണ് സൂറത്തുൽ കഹ്ഫിലെ ചർച്ച നമുക്കറിയാം. രണ്ടാമത്തെ ഫിത്നയാണ് ഫിത്നത്തുദ് ദുനിയ, അല്ലാഹു സമ്പത്ത് കൊണ്ട് നൽകുന്ന പരീക്ഷണം. അതിന്റെ പരിഹാരമാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇനി 2 ഫിത്ന കൂടെ വരുന്നു, ഫിത്നത്തുൽ ഇൽം വ ഫിത്നത്തുസ് സൽത. ഇൽമു കൊണ്ടുണ്ടാകുന്ന ഫിത്നയും അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്നയും. ഓരോന്നും പറഞ്ഞാൽ അതിന്റെ പരിഹാരം അല്ലാഹു പറയും. ഈ 4 ഫിത്നകളും ലോകത്ത് അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫിത്നക്കാരനാണ് മസീഹുദ് ദജ്ജാൽ. ആ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഓതുക തന്നെ വേണം. മിനിമം ആദ്യത്തെ 10 ആയത്തുകളെങ്കിലും എന്ത് ചെയ്യണം, മനഃപ്പാഠമാക്കി വെക്കണം. നമ്മളൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അത് മറക്കാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. ആദ്യത്തെ 10 ആയത്തുകൾ മാഷാ അല്ലാഹ്. ബാക്കിയുള്ളൊരു കൈ പൊങ്ങാത്തോണ്ടാണോ ഇനി പഠിക്കാത്തോണ്ട്? അടിയന്തരമായിട്ട് പഠിക്കണം. അത് പഠിച്ചാലേ വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പഠിക്കൂലേ? വിസ പുതുക്കണമെങ്കിൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ എന്നാ പഠിച്ചേക്ക്. ഇത് നമ്മുടെ ആഖിറത്തിൻ്റെയും ദുന്യാവിൻ്റെയും വിഷയമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക ആദ്യത്തെ 10 ആയത്തുകൾ. അടുത്ത ആഴ്ചത്തേക്കുള്ള ഹോംവർക്ക് അതാണ്. ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഒക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുന്ന പരിഹാരം വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ. മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കൂ, നബിയെ, മസലൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തെ ജീവിതത്തിന്റെ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഉദാഹരണത്തിലൂടെയാണ് കാര്യങ്ങൾ തഖരീബുൻ ലിൽ അദ്ഹാൻ, നമ്മുടെ ബുദ്ധിയിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉദാഹരണം ആവശ്യമാണ്. ഖുർആനിന്റെ ഒരു അവതരണ ശൈലിയും അങ്ങനെയാണ്, ഉദാഹരണത്തിലൂടെയാണ്. ദുന്യാവിന്റെ എന്താണ് ഈ ലോകം, ഇത് മനസ്സിലായാൽ സമ്പത്ത് കൊണ്ട് ആരും എന്ത് ചെയ്യൂല, അഹങ്കരിക്കൂല. മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ദുനിയാവിന്റെ അടിസ്ഥാനം, ടു നോ ദി വെരി എസൻസ് ഓഫ് ദി റിയാലിറ്റി ഓഫ് ദിസ് ലൈഫ്. ഈ ലോകത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ് ഈ ജീവിതം? പൈസ കിട്ടിയ ആളുകളൊക്കെ, വലിയ വലിയ മുതലാളിമാരായ ആൾക്കാരൊക്കെ ദ്വാരക്കാൻ പറയില്ല, എങ്ങനെയാണ് എന്ത് ചിലപ്പോൾ പറയും, അൽഹംദുലില്ലാഹ്, കച്ചവടവും കാര്യങ്ങളും പൈസയൊക്കെ എമ്പാടും അല്ലാഹു തന്നു, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്നുവെച്ചാൽ ദാരിദ്ര്യമുള്ള ഒരാൾ അങ്ങനെയല്ല പറയാം, എനിക്ക് പൈസ വേണം, സംഗതിയൊക്കെ നിങ്ങൾ പറഞ്ഞ വേളൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് പൈസ കിട്ടണം. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടാവും, പൈസക്ക് പൈസ തന്നെ വേണ്ടേ, എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലല്ലോ. പക്ഷെ അത് കിട്ടിക്കഴിയുന്ന ആളുകൾക്ക് തോന്നാണ്, ഇത് എന്തായിരുന്നു ഇപ്പം, ഇതിലൊന്നും ഇല്ലല്ലോ, അതിനൊന്നും വലിയ കാര്യമില്ലല്ലോ, എനിക്ക് വേണ്ടത് ഈമാനാണ്, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മഹബ്ബത്താണ്, എനിക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം, അതേ എൻ്റെ മുമ്പിലുള്ള വിഷയമുള്ളൂ, ബാക്കി ദുന്യാവ് വരും പോകും. ഇത് പറയണത് കയ്യിൽ എമ്പാടും പൈസ ഉള്ളവരാണ്.
അങ്ങനെ ഒരു ചിന്ത വന്നതൊരു നന്മയാണ്. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത് നന്മയാണത്. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ. അവർക്ക് വീണ്ടും പറയാലോ, കുറച്ചും കൂടെ കിട്ടാനും ഉള്ളത് കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനും വരയ്ക്കെന്ന് പറയാലോ. നമ്മൾ കിട്ടിക്കഴിയുന്ന സമയത്ത് ചിലത് തിരിച്ചറിയും. കല്യാണം കഴിക്കാൻ വലിയ മോഹിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു ഇപ്പോൾ വലിയ സ്വപ്നമായിട്ട് കൊണ്ടുനടന്നതിന സംഗതി. കച്ചറയും പ്രശ്നവും ഈഗോയും അങ്ങോട്ടും ഇങ്ങോട്ടും കുൽമാലും എന്നൊക്കെ പറയും. ഉസ്മാനെ പറ്റിയല്ല. ഉസ്മാൻ ഇൻഷാ അല്ലാഹ് ഉസ്മാൻ്റെ കല്യാണമൊക്കെ റാഹത്തിൽ നടക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു ആവേശമൊന്നും കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? ഒന്നാമത്തെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ എന്തോ ഒരു റാഹത്തിലാണ് പോവുക. ഈ ഒരുങ്ങിയില്ലേ? ആ ഒരുങ്ങി എന്നാ പോവല്ലേ, ഞാൻ ബാഗ് എടുത്തോ കുട എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചോദ്യം ഒന്നും 2 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ പോരുന്നെങ്കിൽ പോരുന്നാ പറയുള്ളൂ. ഏതൊരു വിഷയം അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മതിപ്പ് നഷ്ടപ്പെടുകയാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടും മുമ്പേ നിങ്ങൾ അതിൻ്റെ ഹഖീഖത്ത് മനസ്സിലാക്കി വെക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണ് സംഭവിക്കുക എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. മുത്തനബിയെ, ഈ ലോകത്തിന്റെ ഉദാഹരണം അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കണമേ നബിയെ. ഉപരിമണ്ഡലത്തിൽ നിന്നും നാം ഇറക്കിക്കൊടുത്ത വെള്ളം പോലെയാണത്. മഴ പോലെയാണ്. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ പോലെ. സമാ എന്ന് പറഞ്ഞാൽ കുല്ലുമാ സമാ വഅല വർതഫഅ, ഉയർന്നു നിൽക്കുന്ന എന്തിനും സമാ എന്ന് പറയും. ഈ ബിൽഡിങ്ങിന്റെ സമാ ആണ് ഈ റൂഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഭാഷയിൽ പറയാൻ പറ്റും. സമ, ഉയർന്നു നിൽക്കുന്നത്. ഭൂമി നോക്കിയാൽ മേഘമാണ് നമ്മുടെ സമ. ഫ്ലൈറ്റ് കയറിയ മേഘം എത്ര താഴെയാണെന്ന് നമുക്ക് മനസ്സിലാവും. എത്ര താഴെയാണ് മേഘം നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ അല്ലോ എത്ര ഹൈറ്റിലാണ്. അല്ല, കുല്ലു മാ അലാ വർതഫഅ, ഉയർന്നു നിൽക്കുന്ന എല്ലാം സമാ ആണ്. മിനസ് സമാ, ഉന്നതിയിൽ നിന്നും ഉയർച്ചയിൽ നിന്ന് മീതെ നിന്ന് നമ്മൾ ഇറക്കി കൊടുക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് ആകാശമണ്ഡലത്തിൽ നിന്ന് എവിടെയോ ആണെന്ന് അങ്ങനെയൊന്നും അതിനെ എന്ത് ചെയ്യേണ്ട, ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. ശുദ്ധമായ ഖുർആൻ മേലെ നിന്ന് ഇറക്കിത്തരുന്നത് എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. മിനസ് സമാ, മേഘങ്ങളിൽ നിന്ന് എന്നർത്ഥം. അള്ളാഹു ഇറക്കിത്തരുന്ന മഴ പോലെയാണ്. എന്നിട്ടോ ഭൂമിയിലെ ചെടികളുമായി ആ മഴവെള്ളം ഇഴകിച്ചേർന്നു. കൃഷിയിടങ്ങളിലേക്ക് ആ മഴ പെയ്തു. ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കിട്ടി. വെള്ളം കിട്ടിയാൽ എന്ത് ചെയ്യും? ആ ചെടികൾ വളരും. വളർന്ന് വലുതായി അത് കൊയ്തെടുക്കേണ്ടതാണെങ്കിൽ കൊയ്തെടുക്കുന്ന പരുവത്തിലാകും. അതിൻ്റെ ഫ്രൂട്ട്സ് പറിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാവും. ചുരുക്കി പറഞ്ഞാൽ ചെടികൾ വളർന്നു വരുന്നു, വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വളർന്നു വന്ന ചെടി ഒരു സുപ്രഭാതത്തിൽ ഹശീമൻ തദ്റുഹു റിയാഹ്, ഉണങ്ങിയ മഞ്ഞ നിറമുള്ള ഒരു വസ്തുവായി ഈ ചെടികൾ മാറുകയും, തദ്റുഹു റിയാഹ്, കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ പറന്നു പോകുമാർ, ഒന്നിനും പറ്റാത്ത, ഒരു കാലത്ത് ശോഭിച്ച് വിടർന്ന് പച്ചയായി ശോഭയോടുകൂടെ നിന്നിരുന്ന കതിരുകൾ ഉണങ്ങുകയും ദ്രവിക്കുകയും ചെയ്ത് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാറ്റിൽ തന്നെ പറന്നു പോകുന്ന രീതിയിൽ ആ കൊച്ചു ചെടികൾ മാറുന്നത് കണ്ടിട്ടില്ലയോ നബിയെ? അതുപോലെയാണ് ഈ ലോകത്തിന്റെ ഉദാഹരണം. കാണാൻ നല്ല ഭംഗി തോന്നുന്നു. എനിക്കത് കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ടല്ല രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സല്ലല്ലാഹുൽ ആഫിയ, ഇന്ന ഖൈറ മാ ഉഅതിയൽ അബ്ദു ബഅദ തഖ്വല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടായതിൻ്റെ ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പൈസയല്ല, പിന്നെന്താണ്? അൽ ആഫിയ, ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. നമ്മുടെ ശരീരം നമുക്ക് എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്ന പരുവത്തിൽ നമ്മുടെ ശരീരം വഴങ്ങുന്നില്ലെങ്കിൽ കോടാനുകോടി കയ്യിൽ കിട്ടിയിട്ട് എന്താണ് കാര്യം? കോടീശ്വരനായൊരു മുതലാളി ബെഡ്റിഡനായി കിടക്കുകയാണ്, ബെഡിൽ കിടക്കുകയാണ്. ആ മനുഷ്യന്റെ സ്വപ്നം പൈസയല്ല, അതെനിക്ക് എമ്പാടുണ്ട് റബ്ബേ, എൻ്റെ കൂലിപ്പണിക്കാരനായി ഈ മനുഷ്യന് നീ കൊടുത്തൊരു ആഫിയത്ത് അതെനിക്ക് തന്നാ പോരെ എന്ന് റബ്ബേ, ഞാൻ അടിമപ്പണി ചെയ്യാം, അവൻ മുതലാളിയായി കിടന്നോട്ടെ, എനിക്ക് അവൻ്റെ ആരോഗ്യം വേണം. അസൂയയോടുകൂടെ നോക്കും. ചറ്റക്കുടിൽ കഴിയുന്ന ആളുകളെ കാണുമ്പോൾ അസൂയ തോന്നും ഇവർക്ക്. റബ്ബേ, വീട് എത്രയിൽ ആണെങ്കിൽ എന്തേ, ആരോഗ്യമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അതില്ലാത്തവരെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കാം. ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وَاضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. പരിശുദ്ധ നബിയെ, ഈ ലോകത്തെ ജീവിതത്തിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം നബിയെ. കമാഇൻ അൻസൽനാഹു, നാം ഇറക്കി കൊടുത്ത വെള്ളം പോലെ, മഴ പോലെ നാമാണത് ഉണ്ടാക്കുന്നത്. നാമാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നത്. നാമാണ് സമുദ്രജലങ്ങളിൽ നിന്ന് ഇവാപ്പറേഷൻ ഉണ്ടാക്കുന്നത്. നാമാണ് അത് റെയിൻ ഡ്രോപ്സുകളായി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. മനുഷ്യന്റെ തലയിൽ വീണാലും അപകടപ്പെടാത്ത രീതിയിൽ വളരെ മനോഹരമായ തുള്ളികളായി ഇറക്കി കൊടുക്കുന്നതും നാം തന്നെയാണ്. അൻസൽനാ, നാം ഇറക്കിയതാണ്. അൻസൽനാ മിനസ്സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ ചെടികളുമായി ആ മഴവെള്ളം കൂടി കലരുകയും. മഴവെള്ളം മാഉൽ ഹയാ, ജീവിതമുള്ള വെള്ളമാണ്, ജീവനുള്ള വെള്ളമാണ്. ഏതു ഡ്രൈ ആയി കിടക്കുന്ന ഭൂമിയിലും നമ്മൾ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചാലും മഴ പെയ്താലും വ്യത്യാസമുണ്ട്. നമ്മളൊഴിക്കുന്ന ആ മഴവെള്ളം അവിടെ കിടന്നിട്ട് കുറച്ച് ഞങ്ങൾ ഡ്രൈ ആയി പോയേക്കും, നമ്മളൊഴിക്കുന്ന ബക്കറ്റിലെ വെള്ളം. പക്ഷെ മഴവെള്ളമാണെങ്കിലോ അവിടെ ചെടികൾ, കൊച്ചു കൊച്ചു പുല്ലുകൾ, ചെറിയ ചെറിയ ജീവികൾ, അവിടെ മഴ തട്ടുന്നതോടുകൂടി ജീവികൾ ഉണ്ടാവുന്നു. നമ്മൾ കേരളക്കാരിൽ നമുക്കറിയില്ലേ മഴക്കാലത്തെ ബുദ്ധിമുട്ട് എന്താ? ഓരോ പ്രാണികളും, തൊപ്പപ്പുഴും അല്ലാത്തപ്പുഴും ചേരട്ടയും അല്ലാത്തതൊക്കെ. കുട്ടികൾക്ക് നാട്ടിൽ പോകാൻ തന്നെ വെറുപ്പായിരിക്കും ചിലപ്പോൾ ഈ മഴക്കാലത്ത്. ജീവജാലം എവിടെ ഇതൊക്കെ പോകുന്നത്? ചൂടുകാലമാകുമ്പോൾ എവിടേക്കാണ് ഇവരൊക്കെ പോകുന്നത്? അവരൊക്കെ ചത്തൊടുങ്ങി പോവാണ്. എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് മഴക്കാലത്ത് പുറത്തു വരികയാണ്, ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ല, അവർ മരിച്ചു പോകുന്നുണ്ട്. മഴക്കാലാകുമ്പോൾ മണ്ണിലേക്ക് മഴവെള്ളമാകുമ്പോൾ പുതിയ ജീവൻ ഉടലെടുക്കുകയാണ്. ജീവജാലങ്ങൾ മണ്ണിൽ നിന്നുണ്ടാവുകയാണ്. അതാണ് വലിയ അത്ഭുതം. മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന മണ്ണിന് ഒരു ജീവാംശം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാകുന്നത്, ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, ഇഴജന്തുക്കൾ ഉണ്ടാകുന്നത്. ഒന്നുമില്ലാത്തിടത്ത് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ആ കുളത്തിൽ മത്സ്യം ഉണ്ടാകുന്നില്ലേ? മത്സ്യം ഇല്ലായിരുന്നു അവിടെ. ഡ്രൈ ആയി കിടക്കുന്ന കുളത്തിൽ മഴ പെയ്തപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതാ കൊച്ചു കൊച്ചു തവളകളും കൊച്ചു കൊച്ചു മത്സ്യങ്ങളും പ്രത്യക്ഷം. എവിടുന്ന് വന്നു? മണ്ണും വെള്ളവും കൂടിച്ചേരുമ്പോൾ അതിനുള്ളിൽ അള്ളാഹു ജീവൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മെ അള്ളാഹു പഠിച്ചത് മണ്ണ് നിന്നല്ലേ. മണ്ണ് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ നാം ഭൂമിയിലേക്ക് ഇറക്കുന്ന വെള്ളം പോലെ മഴവെള്ളം ചെടികളുമായി കൂടിക്കലരുന്നു. അപ്പോൾ അതിന് നറിഷ്മെന്റ് കിട്ടുന്നു, ചെടികൾക്ക് പോഷണം ലഭിക്കുന്നു, അവകൾ വളരുന്നു എന്നവിടെ മനസ്സിലാക്കുക. കാരണം ഫഅസ്ബഹ ഹശീമ, എന്നിട്ടത് നുരുമ്പിയതായി മാറുന്നു എന്ന് ഖുർആൻ പറയും. അതിനിടക്ക് വെള്ളം അതിനോട് ചേർന്നു, അത് വളർന്നു, വലുതായി വന്നു, കതിരുകളുണ്ടായി, പഴങ്ങളുണ്ടായി, അത് വളരെ മനോഹരമായി വളർന്നു വന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അല്ലാഹു തആല സൗകര്യപൂർവ്വം കട്ട് ചെയ്തിരിക്കുകയാണ്. ഫഅസ്ബഹ ഹശീമ, മഴവെള്ളം ചെടികളോട് കൂടിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ അല്ലാഹു പറയുന്നത് പിന്നീടതാ അത് ഒന്നിനും പറ്റാത്ത ഉണങ്ങിയതായി മാറുന്നു. തദ്റൂഹു റിയാഹ്, കാറ്റടിച്ചു കൊണ്ടുപോകുന്ന പോലെ. കാറ്റിൻ്റെ അവസ്ഥ എന്താണ്? എവിടുന്നാ വരുന്നത് നമുക്കറിയില്ല, എപ്പോഴാണ് ഇവർ വരിക എന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു വസ്തു നമ്മിൽ നിന്നും സാധനം കൊണ്ടുപോകുന്ന പോലെ മനുഷ്യന്റെ കൺട്രോളിലുള്ള സമ്പാദ്യം അവന്റെ കൺട്രോളിന് പുറത്തുള്ള ചില ഫാക്ടറുകൾ കാരണം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നല്ല ആരോഗ്യത്തിലും അന്തസ്സിലും ജീവിച്ചിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് 2 കിഡ്നിയും ഫെയിലിയറാന്ന് പറഞ്ഞു. യാ അല്ലാഹ്, അതൊരു പ്ലാന്റേഷൻ നടത്തണം, അല്ലെങ്കിൽ അതൊരു സർജറി നടത്തണം. എന്തു വേണം? സമ്പാദ്യം ചെലവഴിച്ചേ പറ്റൂ. ചെലവഴിച്ചു. തൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത വസ്തുക്കളാൽ രാജ്യത്തൊരു ക്രൈസിസ് വരുന്നു. തൻ്റെ പ്രശ്നമല്ല അത്. ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നു, അതുമൂലം തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു. നന്നായി നടന്നിരുന്നൊരു ബിസിനസ്, നടന്നിരുന്നൊരു കെട്ടിടം പെട്ടെന്ന് അത് പൊളിക്കാൻ ഓർഡർ വരുന്നു. റിയാഹ്, പുറത്തുനിന്ന് വരുന്ന ഫാക്ടറുകളാൽ, കാര്യങ്ങളാൽ നമ്മുടെ കയ്യിലുള്ളവ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയെ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, കാറ്റടിച്ചു വീശി പറന്നു പോകുന്നവയായി ഇവകൾ മാറുന്നത് കണ്ടിട്ടില്ലയോ നബിയെ?
അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ജനങ്ങളിത് മനസ്സിലാക്കിയാൽ ഇതൊരിക്കലും തന്നെ ശാശ്വതമായി നിൽക്കുന്ന ലോകമല്ല എന്ന ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പൈസ കൊണ്ട് ആരും അഹങ്കരിക്കുകയില്ല നബിയെ. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ദുന്യാവ് എന്ന് പറഞ്ഞതും ആലം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ലോകം എന്ന് പറഞ്ഞതൊന്ന് വേറെയാണ്. നമ്മൾ പറയുന്ന ഈ ലോകത്തെ ജീവിതം എന്നത് വേറെയാണ്. ദുന്യാവ് എന്നൊക്കെ പറയില്ല, സമരക വേദം പറയില്ലേ, ദുന്യാവ് അങ്ങനെയാണ്. ദുന്യാവ് എന്താ? ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ലൈഫ്, നമ്മൾ ഈ ജീവിതം എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ. ഈ ലോകം എന്നതിന് ആലം എന്നാ പറയാ. ആലം എന്നത് അടയാളം എന്നതിൽ നിന്ന് വരുന്നതാണ്. അടയാളം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അറിയിക്കുന്ന അടയാളമാണ്. നമ്മൾ നടന്നു പോകുന്ന ഈ കല്ലും മണ്ണും വൃക്ഷങ്ങളും പർവ്വതങ്ങളും നമ്മൾ പോയാലും ഈ ആലം ഇവിടെയുണ്ട്. ഇവിടെ വന്ന് മനുഷ്യർ വന്ന് ഈ പർവ്വതങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ ഹയാത്തു ദുന്യ, ഐഹികമായ ലോകമാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ദുന്യാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകം എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ്. കടൽ ആലമാണ്, ലോകമാണ്. പക്ഷെ ദുന്യാവെന്ന് പറഞ്ഞാൽ ആ കടലിനോട് നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ പോയാലും ആലം ഇവിടെ ബാക്കിയുണ്ടാവും, ലോകം ഇവിടെയുണ്ട്. പക്ഷേ ഈ ലോകം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെ? അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആലം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു ഉണ്ട് എന്നറിയിക്കുന്നതാണ് ഇവിടുത്തെ പർവ്വതങ്ങൾ, ഇവിടുത്തെ ചെടികൾ, നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ ആലമാണ്, ലോകമാണ്. പക്ഷേ നാം പറയുന്ന ദുന്യാവ് എന്ന് പറയുന്ന ലോകം ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന നമ്മുടെ അനുഭവമാണ്. ആ അനുഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കല്ലേ, കുറച്ചു നേരത്തേക്കാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുന്യാവിൽ സുഹുദ് വേണം എന്ന് മഹത്തുക്കളായ ആളുകൾ പരിത്യാഗം വേണമെന്ന് പറയാൻ കാരണം. ഒരാൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. മഹാനായ സ്വഹാബിയാണ്. ആ വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ണിന് കാണാനൊക്കുന്ന ഒന്നും അവിടെ കാണുന്നില്ല. ഐ കാച്ചിങ് ആയിട്ടുള്ള ഒന്നും ആ വീട്ടിലില്ല. അപ്പോ ആ വന്ന ആള് ചോദിച്ചു, യാ അബൂദർ ഐന മതാഉകും, അബൂദറേ നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇവിടെ, ഒന്നും ഒരു ഫർണിച്ചറോ ഒന്നും കാണുന്നില്ലല്ലോ, എന്തേ ഇത് എന്ന് ചോദിച്ചു. ലാ അറാ അസാസൻ ഫിൽ ബൈതി വലാ മതാഅ, ഇവിടെ ഒരു യുറ്റൻസിൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ പാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫർണിച്ചറോ ഒന്നും കാണുന്നില്ലല്ലോ, ഇത് എന്ത് വീടാ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സ്വാലിഹ മതാഇനാ, നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് നമ്മുടെ എല്ലാ നല്ല സാധനങ്ങളും ആ വീട്ടിലേക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്യുകയാണ്. വലൈസ ഹാദാ, അത് ഈ വീടല്ല, എൻ്റെ എല്ലാ നല്ലതും ഞാൻ ആ വീട്ടിലേക്ക് സ്റ്റോക്ക് ചെയ്യാണ്, അത് ഈ വീടല്ല എന്ന് പറഞ്ഞപ്പോൾ വന്നാൾ പറഞ്ഞു, എന്നാലും അബൂദറേ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടേ, വീടിങ്ങനെ വെറുതെ എം ടി ആയി കിടന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീടിന്റെ ഉടമസ്ഥൻ ഇന്ന സാഹിബൽ മൻസിലി ലാ യദഉനാ ഫീഹി, ഈ വീട്ടിൽ ഞങ്ങളെ എന്നെന്നും നിൽക്കാൻ അനുവദിക്കുന്നില്ല ഈ വീട്ടുകാരൻ. ലാ ബുദ്ദ യഖുദഹു മിന്നാ, ഞങ്ങളിൽ നിന്ന് ഈ വീട് അയാൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വയഖുദനാ മിൻഹു യൗമൻ മിനൽ അയ്യാം, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഞാനിവിടെ ഈ വീട് അലങ്കരിച്ചു കൊണ്ടിരിക്കേണ്ടത്? എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും. നമ്മൾ ഒരു വില്ലേജ് താമസിക്കാന്ന് വിചാരിക്കുക, അർബാബ് എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് ഇറക്കി വിടാം, അവിടുത്തെ ടോയ്ലറ്റ് നന്നാക്കാൻ നിൽക്കൂല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലേ, അവിടുത്തെ കിച്ചണിന് രണ്ട് എന്തെങ്കിലും കല്ല് കൊണ്ടുവന്നിട്ടൊന്ന് ഫർണിഷ് ചെയ്യാൻ നന്നാക്കിയെടുക്കുക, എന്തിനിത് ഏതായാലും പൊളിക്കാൻ പോവല്ലേ. ഈ രീതിയിൽ പ്രവാസികൾക്കാണ് ഇതൊക്കെ വേഗം മനസ്സിലാവല്ലേ. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഈ മത്തി ഒരു കഷ്ണം മുറിച്ചിട്ടൊക്കെ തിന്നണത്. അടക്കുറക്കിട്ട കളി എന്ന് വെച്ചാൽ നാട്ടിൽ പോവണല്ലോ എന്നാണ് ഇപ്പോൾ ആകെ ഉദ്ദേശം. ഞാൻ ഇവിടെ നിൽക്കണ ആളല്ല, ഞാൻ ചിലർ ദുന്യാവുണ്ടാവില്ല ആഖിറണ്ടാവില്ല എന്ന് പറയും. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കൂല, നാട്ടിലും ജീവിക്കൂല. അവിടെയൊക്കെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് പോരും. ഇവിടെ വന്നിട്ട് ഡബിൾ ട്രിപ്പിൾ കട്ടിൽമ കിടക്കുകയാണ്. വകുപ്പുള്ളവർ കേട്ടോ, ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹം കൊടുത്ത ആൾക്കാർ പോലും ആ ഒരു ചിന്ത, ഇത് ആഖിറത്തിന് വേണ്ട ചിന്തയാണ്, ആഖിറത്തിന് വേണ്ട ചിന്തയാണിത്. പഠിച്ചവനെ, ഞാൻ ഇവിടെ നിൽക്കാൻ പോണ ആളല്ലല്ലോ, ഞാൻ നാട്ടിലേക്ക്, എൻ്റെ നാട് ആഖിറല്ലേ, അവിടേക്ക് ഒരുങ്ങട്ടെ. അപ്പം ആ ഒരു കമ്പാരിസൺ,
നല്ലതാണ്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു വലാ വേണം കേട്ടോ. ഞാൻ പറയട്ടെ, ഈ രാജ്യത്തോട്, ഈ പ്രദേശത്തോട്, ഇവിടുത്തെ ആളുകളോട്, ഈ നാട്ടുകാരോട് നമുക്കൊരു പ്രതിബദ്ധത വേണം. നമ്മൾ എൻ്റെ നാട് ഇതല്ലല്ലോ, എൻ്റെ നാട് അതാണല്ലോ, എന്നാലും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തല്ലേ, അതിനോടൊരു പ്രതിബദ്ധതയും ഈ നാടിൻ്റെ സുരക്ഷിതത്വം സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കണം. ഒറ്റക്കൊക്കെ ദ്വാരക്കുമ്പോഴൊക്കെ ദ്വാരക്കണം. പഠിച്ചോനെ ഇവിടെ അപകടങ്ങളൊന്നും വരുത്തിയേക്കല്ല പഠിച്ചോനെ. നമ്മൾ ഒരുപാട് നിഅമത്ത് അനുഭവിക്കുന്നവരെന്നാൽ ഒരു വിധേയത്വം ഇത് എന്തോ ഇത് എനിക്ക് വാദം, ഞാൻ ഇവിടുന്ന് വീട്ടിലെ വേറെ ഏതെങ്കിലും ഖത്തർക്ക് പോകും അല്ലെങ്കിൽ അവിടെ പോകും, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ നിൽക്കുന്നിടത്ത് ശുക്ർ ചെയ്യണം. മനുഷ്യർക്ക് ശുക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു നാടിനെ പറ്റി ചിന്തിക്കുന്ന പോലെ, ഞാൻ ഇവിടെ സ്ഥിരം വസിക്കാൻ പോകുന്ന ആളല്ല, എൻ്റെ നാട്ടിലാണ്, ഞാൻ അവിടേക്കാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നാട്ടിലേക്ക് അയച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കണം, അവിടെ ഒരു വീട് വെക്കണം, എന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്ന് കാലം നീട്ടിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇവിടുന്ന് പിരിച്ചുവിടാതെ നമ്മൾ പോവില്ല, അതാണ് കുഴപ്പം. സുബ്ഹാനല്ലാഹ്. ദുനിയ വളരെ ലൂറിങ് ആണെന്ന് പറയും, വളരെ ലൂറിങ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ എന്നെ പുറത്താക്കുന്നു, എൻ്റെ വീട് എടുത്തു കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട് ഞാൻ എന്തിനാ പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കൊണ്ടു നോക്കേണ്ട കാര്യം? അതുകൊണ്ട് ഞാൻ ആഖിറത്തിലേക്ക് എൻ്റെ സ്റ്റഫുകളെല്ലാം ഞാൻ ആഖിറത്തിലേക്ക് സ്റ്റോക്ക് ചെയ്യാണ് എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു. വലിയൊരു മെറ്റഫോർ, എന്തൊരു മനോഹരമായ ഉദാഹരണം. وَاضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ മുഴുവനും ഈ ലോകത്ത് പരിത്യാഗികളായി ജീവിച്ചത്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടപ്പോ ചോദിച്ചുവല്ലോ, എത്ര പ്രായമായി? 60 വയസ്സായിട്ടുണ്ട്. ഓ, 60 വയസ്സായി, നിങ്ങൾ 60 കൊല്ലമായി അള്ളാഹുലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, അള്ളാഹുലേക്ക് എത്താറായി തുടങ്ങി. 60 കൊല്ലായല്ലേ, 60 വയസ്സായില്ലേ, 60 കൊല്ലായിട്ട് മരിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കായിരുന്നല്ലേ, മരിക്കാറായി തുടങ്ങി ഏകദേശം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളാ പറഞ്ഞ് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അറബ് ഭാഷ ശൈലി എങ്ങനെയാണ്? ഇന്നാലില്ലാഹി ഇന്ന, അത് ഇക്രല്ലേതല്ല മുമ്പര്. പടച്ചോനെ 60 വയസ്സായി എന്ന് പറയുമ്പോൾ മാഷാ അല്ലാ, എന്നിട്ട് കണ്ടാൽ തോന്നൂലല്ലോ 45 തോന്നുള്ളൂ എന്ന്, അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. 60 മരിക്കാനായല്ലേ, ഇതാണല്ലോ ഇപ്പൊ ഫുളൈൽ തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്, മരിക്കാനായല്ലേ, 60 കൊല്ലായിട്ട് അള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ നടക്കായിരുന്നല്ലേ, എത്താറായി, ഇനി അധികമൊന്നുമില്ല. അപ്പൊ ഇയാൾ ഇന്നഹലില്ല, പടച്ചോൻ എങ്ങനെയൊക്കെയാ പറയാ, അങ്ങനെയാണ്. ഇപ്പോ അറബ് വംശജരായ ആളുകളൊക്കെ തർക്കിക്കണ നേരത്ത് പറയും സ്വല്ലി അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്ത് ചൊല്ലി. നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഓല് സ്വല്ലി അലൻ നബി എന്ന് പറഞ്ഞ സ്വലാത്തല്ലാന്നല്ല ഉദ്ദേശം. ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ കേൾക്കുന്നു, അതാണ് ഇതിനർത്ഥം. അങ്ങനെയാണ്, അങ്ങനൊക്കെ ചില ശൈലിയുണ്ട് ഭാഷയിലെ. അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇത് പറഞ്ഞപ്പോ ഫുളൈൽ തങ്ങൾ ആ വാക്കിൽ പിടിച്ചു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിനക്കറിയോ? എന്താ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോണവരാണ്. എന്നാലേ അള്ളാഹുവിന്റെ അടുത്ത് പോകുന്നവരാണ് എന്ന് നീ ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹിന്റെ ആളെന്നല്ലേ പറയണത്. നീ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. എന്റെ ശമ്പളം വാങ്ങിക്കണമെങ്കിൽ മിനിമം പോണ്ടേ, നിന്റെ ഉടമസ്ഥനെ നീ കാണേണ്ടി വരും. ഉടമസ്ഥന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്റെ അരികത്ത് നീ പോയി നിൽക്കേണ്ടി വരും. അവിടെ പോയി നിന്നാ മുമ്പെന്തേലും ചോദിക്കുമല്ലോ, ചോദ്യം ഉണ്ടാവും. ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം വേണം. നിന്റെ കയ്യിൽ ഉത്തരം ഇല്ലാതെ നീ പോയിക്കൂടാ. ഇതാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ എന്താണ് ഇനി ലക്ഷ്യം? ഫമൽ ഹീല, ഞാൻ എന്ത് ചെയ്യും? 60 വയസ്സായി, ഇനിയിപ്പോ കഴിയാറായി സമയം, അശറായി, മഗ്രിബിനോട് അടുത്തു തുടങ്ങി, 60 കൊല്ലമായില്ലേ, എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നവനാണ്, ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ അല്ലാഹ് എന്നോട് ചോദിക്കും, എനിക്ക് ഉത്തരമില്ലല്ലോ, എന്താണ് മാർഗം എന്ന് ചോദിച്ചു. ഫമൽ ഹീല, വല്ല പോംവഴിയുമുണ്ടോ? ഉണ്ട്, വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മദാ. ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യ്, കഴിഞ്ഞു പോയ ജീവിതത്തിലെ തിന്മകളെല്ലാം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. പക്ഷെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് തിന്മ ചെയ്ത ആളാണ്, നന്നാവണമെന്ന് തോന്നി, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തന്നെ ചെയ്യ്. നിനക്കൊരു അവസരം അള്ളാഹു തന്നില്ലേ, അള്ളാഹുവിനറിയാൻ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാ, മരണം വരെ ഞാൻ നന്മയെ ചെയ്യുള്ളൂ എന്ന് പറ.
തിന്മകൾ പറ്റിപ്പോയേക്കും, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ഇനി വരാനുള്ള കാലം മുഴുവനും ഞാൻ നന്മയാണ് ചെയ്യുന്നത് എന്ന തീരുമാനത്തിൽ നീ ജീവിച്ചാൽ ഇൻഷാ അള്ളാഹ് നിന്റെ കഴിഞ്ഞതൊക്കെ അള്ളാഹു പുറത്തു തരും. നിന്റെ നീയത്ത് നന്നായല്ലോ, ഞാൻ ഇവിടെ നിന്ന് നന്നാവാൻ തീരുമാനിച്ചു പടച്ചവനെ എന്ന് നീ തീരുമാനിക്ക്. 60ന്റെ ശേഷം ഉള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നിനക്ക് നന്നാക്കി തരും. കാരണം ഇനി വരാനുള്ള കാലം നീ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ നിന്റെ നന്മയിൽ നിന്ന് പിടിക്കപ്പെടും, നിന്റെ നന്മയിൽ നിന്ന് അത് പിടിക്കപ്പെടും. അതുകൊണ്ട് വരാനുള്ള കാലം എന്ത് ചെയ്യുക? നല്ല നിലക്ക് പോയിക്കോ. ഈ ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. ഇത് മനസ്സിലാക്കി തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു തരാൻ പറയും. നമ്മുടെ മുൻഗാമികളിൽ സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകൾ പറയും, അനിംതു നൗമൻ ഖത്തു ഫഹദ്ദസത് നഫ്സി അന്നി സഅസ്തൈഖിളു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം എൻ്റെ ശരീരം എന്നോട് പറയുന്നത്, ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നത് ഇനി ഞാൻ ഉണരുകയില്ലെന്നാണ്. അങ്ങനെയൊക്കെ ഉറങ്ങുമ്പോൾ തോന്നാറില്ല ചിലപ്പോഴൊക്കെ? നല്ലൊരു ഗ്യാസിന്റെ വേദന വന്നാൽ വരെ തോന്നും, റബ്ബേ അറ്റാക്ക് അറ്റാണോ, ഉറക്കത്തിൽ മരിക്കുമോ? തോന്നിയിട്ടില്ല? അത് തോന്നിയില്ല കൈപ്പൊക്കിയാട്ടെ. എന്തെങ്കിലുമൊക്കെ കടന്നുറങ്ങുമ്പോൾ ഇത് ഞാൻ മരിക്കും ഉറപ്പാ, നേരം വിളിക്കുമ്പോഴേക്കും. ഒന്നും മരിച്ചിട്ടില്ലല്ലോ. പക്ഷെ മരിക്കാൻ വേദന ഇല്ലെങ്കിലും മരിക്കാം. ഉറങ്ങണ നേരത്തൊക്കെ ഇടക്കല്ല, ശരിക്ക് അങ്ങനെ തന്നെയാണ് ശരിക്കും ഓർത്ത് കിടക്കേണ്ടത്. ഞാനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊന്നും ഉറങ്ങൂല ചിലപ്പോൾ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം എന്നാ ശരിക്ക്. റബ്ബേ ഞാൻ കിടന്നുറങ്ങുകയാണ്, ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നെ കുളിപ്പിക്കാൻ ഞാൻ ബാത്റൂമൊക്കെ നടന്നോ എന്നെ കൊണ്ട് കഴിയൂല, എന്തായാലും എന്നൊരു പൊക്കിക്കൊണ്ട് കുളിപ്പിക്കലായിരിക്കും ഉണ്ടാവുക. കുപ്പായിട്ടിട്ട് ഞാൻ റെഡി ആട്ടോ കബർക്ക് പോവാൻ, കുപ്പായിടാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഓലിക്കിന്നെ പൊതിഞ്ഞ് തരലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് എൻ്റെ ബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സ്വന്തം അടുത്ത ആളുകളോടെങ്കിലും സ്വന്തം കടബാധ്യത പറയണം. കിട്ടാനുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാനുള്ളത് പറഞ്ഞേക്കണം. ഇത്ര ആൾക്ക് ഞാൻ കൊടുക്കാനുണ്ട്, എൻ്റെ ബാധ്യത. ഞാൻ മരിച്ചു പോയാൽ ഭാര്യയോട് പറയാം, പെണ്ണേ ഇതാ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ബാധ്യത ഇത്ര, അത് നീ അറിഞ്ഞു വെക്കുക. ഓരോ ദിവസവും തൻ്റെ വസൂയത്ത് 3 ദിവസം കടന്നുറങ്ങുമ്പോൾ തൻ്റെ വസൂയത്ത് തൻ്റെ തലയിണക്ക് താഴെ നിങ്ങൾ വെച്ചിരിക്കണം എന്നവരെ പരിശുദ്ധ ഹദീസുകളൊക്കെ കാണാൻ കഴിയും. വസൂയത്ത് തലയുടെ താഴെ എന്ന് പറഞ്ഞാൽ അടിയിൽ വെക്കണം എന്നല്ല, നിങ്ങൾ എന്ത് അറിയിച്ചു കൊടുക്കണം, ആരെങ്കിലും അറിയിക്കണം. ആരും അറിയില്ല എവിടേക്കാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ ആയി പോകരുത്. എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒരാളോടെങ്കിലും പറഞ്ഞു നോക്കണം. കാരണം നമുക്കറിയില്ലല്ലോ, കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ മരിക്കും. അത്രയും അൺസർട്ടൻ ആണ് നമ്മുടെ ഈ ജീവിതം. അതാണ് ഇതിൻ്റെ അത്ഭുതം. അൺസർട്ടൻ ആണ്, ഒരു ഉറപ്പില്ല. മരിക്കാം, ഒരു അറ്റാക്ക് വരാം, ഒരു സൈലന്റ് അറ്റാക്ക് വരാം, ഞാൻ മരിച്ചിരിക്കാം. സുബ്ഹാനല്ലാഹ്. അത് ഓർത്ത് കിടക്കുന്നത് സുന്നത്താണ്. അങ്ങനെ ഓർത്ത് കിടക്കുന്നത് സുന്നത്താണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ ഓർക്കാലോ അള്ളാഹു താല. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആയിരക്കണത്, അല്ലാഹുമ്മ പടച്ച തമ്പുരാനെ, പടച്ചവനെ, അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളുഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. നമ്മൾ ദുആയിരക്കാണ് ഉറങ്ങാൻ കിടക്കും. ബിസ്മിക റബ്ബി വദഅതു ജംബി. അല്ലാഹുവേ, എൻ്റെ ശരീരം, എൻ്റെ സൈഡ് ഭാഗം ഞാൻ നിനക്ക് വേണ്ടി താഴെ വെച്ചിരിക്കുന്നു. എൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ചെരിഞ്ഞ് വലതുഭാഗത്ത് ചെരിഞ്ഞിട്ടല്ലേ കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ചെരിഞ്ഞു കിടന്ന് പിന്നെ ഉറക്കം വരാൻ നേരത്തെ നിങ്ങൾ മറിഞ്ഞുപോയി, അതിനും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ നിയ്യത്ത് പ്രകാരം നമ്മൾ ചെയ്യുന്ന അമൽ എന്ത് ചെയ്യുക? സുന്നത്തായിരിക്കുക. അത് ചിലപ്പോൾ ചെരിഞ്ഞു കിടന്ന ഉറക്കം വരൂല എന്നൊക്കെ തോന്നും. ഇബ്ലീസ് പറയും, ഈ ഇടതു ഭാഗത്തൊക്കെ ചെരിഞ്ഞിടന്ന് നോക്കി നിനക്ക് ഉറക്കം വരും, ആ വലത്ത് കിടന്നിട്ടാണ് വരാത്തത്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇടത്ത് ഇങ്ങനെ കിടക്കാൻ മുപ്പരിങ്ങനെ പറയും നമ്മളോട്, കിടക്കരുത്. ആ വലത്തന്നെ കിടന്ന് ശീലിച്ചാൽ പിന്നെ അങ്ങനെ ആയിപ്പോവും. കിടക്കുമ്പോൾ നമ്മുടെ ഈ കൈ തലയിണക്കം ഉണ്ടെങ്കിലും ഈ കവിളിൻ്റെ താഴെ ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് നിബിധങ്ങൾ കടന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കിടത്തത്തിൻ്റെ രീതി അതാണ്. ആ ചെരിഞ്ഞിങ്ങനെ കിടക്കും. അതപ്പം നമ്മൾ ചൊല്ലുകയാണ് എന്ത്? ബിസ്മിക റബ്ബി, എൻ്റെ ഉടമസ്ഥനായ റബ്ബേ, എന്നെ പരിപാലിക്കുന്ന പടച്ചവനെ, എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളുടെയും ഫംഗ്ഷനുകൾ കൺട്രോൾ ചെയ്യുന്ന പടച്ചവനെ, അതാണല്ലോ റബ്ബ്. ബിസ്മിക റബ്ബി വദഅതു ജംബി, എൻ്റെ ശരീരം ഞാൻ ചെരിച്ച് കിടത്തിയിരിക്കുന്നു റബ്ബേ. വബിക അർഫഉഹു, നിന്റെ കഴിവിനാൽ നീ ചെയ്യുന്ന റഹ്മത്ത് കൊണ്ടായിരിക്കും പടച്ചവനെ ഈ ശരീരം ഞാൻ എഴുന്നേൽപ്പിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഓടണം, ഡ്യൂട്ടിക്ക് പോകുന്നവർ, നിസ്കരിക്കാൻ എണീക്കുന്നവരല്ലാതെ എഴുന്നേൽക്കുന്നവർ, ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ നീ തരുന്ന അനുഗ്രഹം കൊണ്ടാണത്. വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി, എൻ്റെ റൂഹിനെ റബ്ബേ നീ എങ്ങാനും പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, എൻ്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണം പടച്ചവനെ. വഇൻ അംസക്തഹാ വഇൻ അർസൽതഹാ
ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. എൻ്റെ റൂഹിനെ പിടിക്കാതെ എന്നെ ജീവിക്കാൻ വീണ്ടും നീ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ എങ്ങനെയാണോ നീ പരിപാലിക്കുന്നത് അങ്ങനെ നീ എന്നെ സംരക്ഷിച്ചു തരണമേ. ഇത് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അർത്ഥം ആലോചിച്ചാൽ ഉറക്കണം വരൂല പെട്ടെന്നൊന്നും. റബ്ബേ നീ ഇപ്പം കിടന്നിട്ടല്ലേ ഉള്ളൂ, ഇനി എഴുന്നേൽക്കണമെങ്കിൽ നീയായിട്ട് റൂഹിനെ തരണം. ഉണരുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ നമ്മുടെ മൊത്തം ചിന്തകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് അല്ലാഹ് ഓണാക്കി തരണ്ടേ, അപ്പോഴല്ലേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അതാണ് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അങ്ങനെയല്ലേ ഉറങ്ങി എണീക്കുമ്പോൾ പറയേണ്ടത്. അൽഹംദുലില്ലാഹ്, എനിക്ക് സ്തുതി പടച്ചവനെ, ഒരു ദിവസം കൂടെ തന്നല്ലേ റബ്ബേ. അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി. ഇനി ഞാൻ മരിക്കൂല എന്നതിനർത്ഥമല്ല. വഇലൈഹിൻ നുശൂർ, ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ എനിക്ക് പോകാനുള്ളത്. കണ്ടോ, ഉറങ്ങി എണീറ്റപ്പോഴും ഒരു ഓർമ്മ കിടത്തി. അവിടെ ഉണർന്നെന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്നല്ല കേട്ടോ. എന്ത് ചെയ്യും? നിനക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. എനിവേ യു ഹാവ് ടു ഗോ ബാക്ക്. അല്ലാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്ക്. രണ്ട് കുട്ടികളാരെ, രണ്ട് പെൺകുട്ടികളാരെ നോക്കണ്ടല്ലോ. ആര്? അപ്പാനെ. മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ വീട്ടുകാരോട് പറയും, ഭാര്യയോട് പറയും, അസ്തൗദിഉകുമുല്ലാഹ്, നിങ്ങളോട് ഞാൻ യാത്ര പറയുകയാണ്. ഒരു പക്ഷേ ലഅല്ലഹാ അൻ തകൂന മനിയ്യത്തില്ലതി ലാ അഖൂമു മിൻഹാ, ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത മരണമാകും ഒരു പക്ഷേ എൻ്റെ ഈ ഉറക്കം. അതുകൊണ്ട് എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. ഉറങ്ങാൻ പോകുമ്പോഴേ യാത്ര പറയും. നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും ഉറക്കം വല്ലാത്തൊരു സംഭവമല്ലേ, ഒരു കൺട്രോളില്ലല്ലോ. ഉറക്കാണ്ട് പിടിപെട്ടാൽ ദുന്യാവിൽ എന്ത് സംഭവിച്ചാലും അറിയാത്തവരൊക്കെ അല്ലേ. ഉറക്കം എന്താണ് വല്ലാത്തൊരു സംഭവം. ഒരു മരണമാണ്. അഹുൽ മൗത്ത്, മരണത്തിൻ്റെ സഹോദരനാണ്. യാ അല്ലാഹ്. അതുകൊണ്ട് സജ്ജനങ്ങളിൽപ്പെട്ട കുറച്ച് സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ ഇമാമ് നിൽക്കുകയാണ്. ഇമാമ് നിൽക്കുമ്പോൾ പിന്നിലെ മഅ്മൂമീങ്ങളും സ്വാലിഹീങ്ങളാണ്, നല്ല മനുഷ്യന്മാരുടെ ഒരു കൂട്ടം. ഇമാമ് നിൽക്കുന്ന ആള് പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ ളുഹറിന് ഇമാമ് നിൽക്കുകയാണ്, ഞാൻ അസറിന് ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് വരും കേട്ടോ. അപ്പോൾ ബാക്കിലുള്ള ആൾ പറഞ്ഞു, അല്ല നിങ്ങൾ അസർ വരെ നിൽക്കുന്നു തോന്നുന്നുണ്ടല്ലേ, നമ്മൾ ഈ നിസ്കാരം തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ ഇടക്ക് മരിച്ചു പോകുന്ന നമ്മൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ അസർക്ക് ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്ലാനിങ്ങുകളൊക്കെ അങ്ങനെയാണ്. കുറേ കൊല്ലങ്ങളിലേക്ക്, കുറേ അപ്പുറത്തേക്ക്, കുറേ വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ സമയത്ത് നടക്കുമ്പോഴാണ് തങ്ങളിങ്ങനെ പറയണത്, ഞാൻ ഇന്നി ലാ അഖ്തു ഖത്വ, ഞാൻ എൻ്റെ കാൽവെപ്പ് എടുത്തു വെക്കുന്നു ത്വാഫ് ചെയ്യുന്നിടയിൽ, ഒരുപക്ഷെ ഞാൻ അടുത്ത കാല് വെക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ സമയത്ത് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കണത്. അങ്ങനെ തോന്നിത്തുടങ്ങിയാൽ എന്ത് റാഹത്തായിരിക്കും എന്നറിയോ? ആരോടൊരു വെറുപ്പോ ഒരു വിദ്വേഷമോ. നമ്മളെ കുറേ കാലം ഈ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്താ? ഞാൻ ബാക്കി ഉണ്ടാവും, കുറച്ച് കാലം കഴിയുമ്പോൾ എന്തായാലും നിനക്ക് കാണിച്ചു തരാം. ഈ കുറച്ച് കാലം കഴിയുമ്പോൾ കാണിച്ചു തരണമെങ്കിൽ നീ ഉണ്ടാവും എന്നൊക്കെ വല്ല ഉറപ്പുണ്ടോ? അതല്ലേ നമ്മളാ പറയണത്. പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞതിനടുത്ത് എന്താ? കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും. അതിനർത്ഥം നീ കുറച്ചു കാലം ജീവിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലേ? അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയല്ല, ഞാൻ അടുത്ത സെക്കൻഡിൽ മരിച്ചു പോയേക്കാം. അല്ലാഹുവേ, ബാദിറൂ ബിൽ അമാലി സബ്അൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറൂ ബിൽ അമാലി സിത്തൻ. 6 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പ്, 6 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ പെട്ടെന്ന് അമൽ ചെയ്തു പോന്നോളൂ. തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ പോകുന്നു. അവിദ്ദുഖാൻ, യമനിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഒരു പുക വരാൻ പോകുന്നു. അവിദ്ദജ്ജാൽ, മസീഹു ദജ്ജാൽ വരാൻ പോകുന്നു.
ദാബത്തുൽ അർള് പുറപ്പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുമ്പായി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അമലുകളുമായി മുന്നോട്ടിറങ്ങിക്കോളൂ. ഔ ഖാസ്സതു അഹദിക്കും ഔ അംറുൽ ആമ്മ, നിങ്ങൾ ഓരോരുത്തർക്കും പൊതുജനങ്ങൾക്കുമായി പിടിപെടാൻ പോകുന്ന വലിയ വലിയ ഫിത്നകൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെക്ക് പെട്ടെന്ന് മടങ്ങാൻ നോക്കിക്കോളൂ, സമയമായി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാ പറയുന്നത്, ഫദുരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, വളരെ പെട്ടെന്ന് വളർന്നു വരികയും വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യുന്ന ലോകമല്ലേ, അങ്ങനത്തെ ഒരു ലോകമല്ലേ നിങ്ങൾ ജീവിക്കുന്ന ലോകം. നമ്മളൊക്കെ 20, 30 എന്തായാലും 20 വയസ്സായവർ അല്ലേ ചെറുപ്പക്കാരുണ്ട്. മിനിമം അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടേ ഉണ്ടാവുള്ളൂ. 20 താഴെ പ്രായമുള്ള വരുമ്പോൾ ശാസ്ത്രം കുറവായിരിക്കും. എന്നാൽ ഈ 20 കൊല്ലോ 30, 40, 50, 60 കൊല്ലം കഴിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കി. 60 വയസ്സായിരിക്കെ, ശരി, എത്ര പെട്ടെന്നാണ് 60 കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്ന് നമ്മൾ അറിഞ്ഞോ? 60 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയത്? ഗൾഫിൽ വന്നു 10 കൊല്ലായി 15 കൊല്ലായി എന്നൊക്കെ പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് ഈ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയത്. ഓർത്തെടുക്കാൻ വളരെ വളരെ നിമിഷങ്ങളെപ്പോലെ തോന്നും. എത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അനുഭവം അള്ളാഹു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ കമാ യംശി അഹദുകും മിനൽ യം ഫഅദ്ഖല ഇസ്ബഅഹു ഫീ ഫമാ ഖറജ മിൻഹു ഫഹുവ അദ്ദുന്യാ. ഈ ലോകത്തിന്റെ ഉദാഹരണം കടലിലേക്ക് നടന്നു പോകുന്ന ഒരാളെ പോലെ. ആ കടലിൽ ചെന്നിട്ട് അയാൾ കടലിൽ വിരൽ കൊണ്ട് മുക്കുന്നു. കടലിൽ ഒന്ന് ചെയ്തു നോക്കുക, സമയം കിട്ടുമ്പോഴേ. ഹദീസ് നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കടൽ വിരൽ കൊണ്ട് വെള്ളം തൊട്ടു. ആ വെള്ളം കയ്യിൽ എത്ര കുറച്ചേ ഉള്ളൂ. അത്രയാണ് ആഖിറവും ദുന്യാവും തമ്മിലുള്ള ഡിഫറൻസ്. പരലോകത്തിന്റെ ജീവിതവും അതിന്റെ ലെങ്ത്തും ഈ ലോകത്തിന്റെ ലെങ്ത്തും നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ ഈ കയ്യിൽ കിടക്കുന്ന ഒരു തുള്ളി എന്ന് പറഞ്ഞുകൂടെ വിരലിൽ നനഞ്ഞിരിക്കുന്ന ആ വെള്ളവും ഈ കടലും എത്രയോ അതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന്. അതുകൊണ്ട് ആഖിറത്തിൽ ചെന്നിട്ട് എത്ര കാലം ജീവിച്ചു? ലബിഥനാ യൗമൻ ഔ ബഅദ യൗം. 60, 80, 100 കൊല്ലം ജീവിച്ചവരെ പറയാൻ ഒരു ദിവസമോ അര ദിവസമോ ജീവിച്ചു എന്ന് തോന്നുന്നു ദുന്യാവിൽ. അങ്ങനെ പറയാം, ലബിഥനാ യൗമൻ ഔ ബഅദ യൗം. റബ്ബെ, ഞങ്ങൾക്ക് എണ്ണി നോക്കാൻ അറിയണില്ല. എണ്ണം അറിയുന്നവരോട് ചോദിക്കുക, റബ്ബെ ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങളുടെ കണക്കിൽ ഒരു അര ദിവസമൊക്കെ ജീവിച്ച പോലെ. എവിടെ 90 കഴിഞ്ഞവരായി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു, ഇന്നദ്ദുന്യാ മൽഊനതുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ വആലിമൻ ഔ മുതഅല്ലിമാ. ഇന്നദ്ദുന്യാ മൽഊനതുൻ, ഈ ലോകം ശപിക്കപ്പെട്ടതാണത്രേ. മൽഊനും മാ ഫീഹാ, അതിലുള്ള ആളുകളും ശപിക്കപ്പെട്ടവരാണ്. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, അല്ലാഹുവിന്റെ സ്മരണയും അതിനോട് അനുബന്ധമായ വിഷയങ്ങളും ഒഴികെ ബാക്കി എല്ലാ വിഷയങ്ങളും ശപിക്കപ്പെട്ടതാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആലിമൻ ഔ മുതഅല്ലിമാ, പണ്ഡിതനായ ഒരു ആലിമായ മനുഷ്യനും ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്നവരെ. ഒന്നുകിൽ ആലിമാവുക അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ രണ്ടും കൂടെ ആവുക. അങ്ങനത്തെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, പ്രത്യേകിച്ച് ദീനിന്റെ വിവരങ്ങൾ ദീനീ കാര്യങ്ങൾ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും ഒഴികെ അള്ളാഹുവിന്റെ സ്മരണയും അതിനോടനുബന്ധമായ വിഷയങ്ങളും കഴിച്ചാൽ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ്. എന്ത് എന്റർടൈൻമെന്റും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നബി തങ്ങൾ പറയാം, ഒന്നും കാര്യമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. കടയിലൊക്കെ ഇരിക്കുമ്പോൾ ദിക്ർ ചൊല്ലാം. പെണ്ണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ദിക്ർ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരാൾ ചൊല്ലുകയാണെങ്കിൽ ഗുരിസതു ലഹു നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു ഈത്തപ്പന കൊടുക്കുമത്രേ. സ്വർഗ്ഗത്തിന്റെ വൃക്ഷങ്ങൾ മിൻ ദഹബിൻ, സ്വർണ്ണത്തിൻ്റെതാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരു ശ്വാസം വിടുന്ന ഒരു ലെങ്ത് ഏതിന് വേണ്ടു? എത്ര പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, ദിക്ർ ചൊല്ലിയിരിക്കുക, നല്ലത് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ലോകം നിങ്ങൾക്ക് സമൃദ്ധമാണ്. അല്ലാത്ത വെറുതെ പാട്ട് ഫുലാൻ ഇന്നാലിന്നവൻ സംവിധാനം ചെയ്ത് ഇന്നാലിൻ്റെ ചിത്രത്തിൽ അത് പാടി ഇന്നാലിന്നവൻ കമ്പോസ് ചെയ്തു കഴിഞ്ഞു. എന്താ പേരിലുള്ളത്?
ഒന്നുമില്ല. മൽഊൻ ശപിക്കപ്പെട്ടതാണ്. വമൽഊനും മൻ ഫീഹാ, അതിലുള്ള മുഴുവനും ശപിക്കപ്പെട്ടത് തന്നെ. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ ഔ ആലിമൻ ഔ മുതഅല്ലിമ, ഇൽമ പഠിക്കുന്നവരും ഇൽമ പഠിപ്പിക്കുന്നവരും ഒഴികെ. അല്ലാഹു ഇതിലൊക്കെ നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ. അങ്ങനെയാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരല്ല, അവർ നല്ലവരാണ്. അല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ്. അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മാലി വലിദ്ദുന്യാ, ഈ ലോകം ഞാനും ഈ ലോകവും തമ്മിൽ എന്ത് ബന്ധം? മാലി വമാലിദ്ദുന്യാ വമാലി, എനിക്കും ഈ ദുന്യാവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ശരീരം ഏതൊരുത്തൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണോ, മാ മസലി വമസലുദ്ദുന്യാ, എൻ്റെയും ഈ ലോകത്തിൻ്റെയും ഉദാഹരണം ഇല്ലാ കറാകിബിൻ സാറ ഫീ യൗമിൻ സായിഫ്, നല്ല ചൂടുള്ള ഒരു ദിവസം നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ. ഫസ്തദല്ല തഹ്ത ഷജറത്തിൻ, ആ ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ തണൽ കൊള്ളാൻ വേണ്ടി കാത്തിരുന്നു. സഅതൻ മിനൻ നഹാർ, പകലിലെ 1 മണിക്കൂർ നേരം ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ വിശ്രമിക്കാനിരുന്നു, നല്ല ചൂടുള്ള സമയം. സുമ്മ റാഹ ഫതറകഹാ, പിന്നെ അവിടുന്ന് അദ്ദേഹം പോവുകയും തന്റെ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ലോകത്തെ ജീവിതവും ഞാനുമെന്ന് ഈ ലോകത്തിന്റെ ഗുരുമഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നത് ഈ ലോകത്ത്, ഒരുപാട് ആളുകൾക്ക്. കാരണം സമ്പന്നരും ദരിദ്രരും നോക്കിയാൽ ദാരിദ്ര്യമുള്ളവരായിരിക്കും കൂടുതൽ. إذا أحب الله عبدا حماه من الدنيا كما يحمي أحدكم سقيمه الماء. അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു മിനദ്ദുന്യാ, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ തടഞ്ഞു നിർത്തുമത്രേ. കമാ യഹ്മി അഹദുകും സഖീമഹുൽ മാ, നിങ്ങളിൽ രോഗം ബാധിച്ച ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ, വെള്ളത്തിന് ദാഹിക്കുമ്പോൾ പോലും മോളെ കുടിക്കല്ലേ, മോനെ ഇപ്പൊ കുടിക്കല്ലേ, മരുന്ന് കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വെള്ളം കുടിക്കാൻ പറഞ്ഞത്. അങ്ങനെ വെള്ളത്തിന് ദാഹിക്കുന്ന രോഗിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കണ പോലെ ആ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. കാരണം ആ വെള്ളം അപ്പൊ കൊടുത്താൽ കുഞ്ഞ് അപ്പോഴേക്കും ഛർദിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവില്ലേ, കുറച്ചു നേരം കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റൂ. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിന്, രോഗിയായ കുഞ്ഞിന് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ലേ. അതുപോലെ നിങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവ് തരാതെ പിടിച്ചു വെക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മഹബത്തിന്റെ അടയാളമാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ പറയുന്നതൊക്കെ പൈസ ഉണ്ടായിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു തആല നിങ്ങൾക്ക് പൈസ തന്നു, നിങ്ങളതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നു, മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. അതിനാണ് നബി തങ്ങൾ പറഞ്ഞത്, നിഅമൽ മാലു സ്വാലിഹ് ഇൻദർ റജുലി സ്വാലിഹ്, നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ ഹലാലായ പൈസ അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ നിഅമ, അത് എത്ര നല്ല കാര്യമാണ്, നമ്മൾ ചേർത്ത് വെക്കണം. അല്ലാതെ പൈസ, വെറും പൈസ എന്ന് പറഞ്ഞു ജീവിക്കുന്നത് എത്ര മനുഷ്യന്മാരുണ്ടെന്ന ലോകത്ത്. വെറും പൈസ അല്ലാതെ ഒരു ചിന്തയിൽ വെറും കാശുണ്ടാക്കുക. നാം നിസ്കരിക്കുന്നുണ്ടോ? അതില്ല. അള്ളാഹിനെ പറ്റി ഓർമ്മയുണ്ടോ? ഏതൊന്നും. വെറും കാശുണ്ടാക്കുക, അങ്ങനെ ജീവിക്കുന്നു, ദുന്യാവ് മാത്രം മതി, എന്ത് ഈമാൻ, എന്ത് ലോകം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഉമർ തങ്ങൾ കടന്നുപോയില്ലേ റളിയല്ലാഹു അൻഹു. ആ പ്രസിദ്ധമായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹബീബായ തങ്ങൾ അന്നേരത്തെ ഒന്ന് കിടന്ന് എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ നബി തങ്ങളുടെ പുറത്ത് ഒരുപാട് പായയുടെ അടയാളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പായയുടെ അടയാളങ്ങൾ. റഫല്ലേ, ഇന്നത്തെ കാർപ്പറ്റോ പായൊന്നും അല്ലല്ലോ. ഈത്തപ്പനയുടെ ഇല തന്നെ എത്ര ഹാർഡാണ് അല്ലേ. കണ്ണിലെ കുത്തിയ കണ്ണൊക്കെ പൊട്ടിപ്പോയി പോകും അല്ലേ. തെങ്ങിൻ്റെ ഓല പോലെ അല്ലല്ലോ, ഷാർപ്പല്ലേ, മുള്ളു പോലെ ഷാർപ്പാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പായ സങ്കല്പിച്ചു നോക്കി. ആ പായയുടെ അടയാളം നബി തങ്ങൾ കുപ്പായിടാതെ അന്ന് തങ്ങൾ കടന്നതാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ട്? പായയുടെ അടയാളം കണ്ടപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫബകാ, ലാത്ത കരച്ചിൽ. മാ യുബികീക ഉമറേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരച്ചിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കലല്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കണം.
നമ്മുടെ മുമ്പിൽ ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, എന്താ കഷ്ടപ്പാട്, എന്താ വിഷമം, നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. എന്നാലൊന്ന് ചോദിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ഈ ലോകത്തിറക്കല്ലേ ഉള്ളൂ, മനുഷ്യന്മാരുടെ പ്രയാസം തീർക്കാൻ അള്ളാഹുവിനല്ലാതെ കഴിയൂല. എന്നാലും ഒരു നല്ല വാക്ക്, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്തു തരണ്ട്, എൻ്റെ കയ്യിലും നിങ്ങളെ കയ്യിലും അല്ലാഹ് തരാനുണ്ട്, പഠിച്ചവനോട് ചോദിക്കും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് റാഹത്തായിരിക്കും. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടിരിക്കുന്ന എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന ആ പ്രയാസമുള്ളവൻ്റെ മനസ്സിൻ്റെ സന്തോഷം വലുതായിരിക്കും. നബി തങ്ങൾ ആ കരച്ചിൽ കാണുമ്പോഴേ ചോദിക്കും, മായുബിക്കീക ഉമറേ, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിസ്റ വ ഖൈസറു ഫീമാ ഹുമാ ഫീ, കിസ്റയും ഖൈസറും അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ നബിയേ? ഇറാനിൻ്റെ ഭരണാധികാരിയും റോമിൻ്റെ യൂറോപ്പുകാരനായ ഭരണാധികാരിയും അവരുടെയൊക്കെ കൊട്ടാരങ്ങൾ, അവരുടെ മെച്ചകൾ, അവരുടെ സൗകര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയേ. വ അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലല്ലയോ നബിയേ? അലാ ഹസ്വീർ, ഈ ദ്രവിച്ചു കിടക്കുന്ന പായയിലല്ല നബിയേ അങ്ങ് കിടക്കുന്നത്. ഇതോർക്കുമ്പോൾ എനിക്ക് കരഞ്ഞു പോകുന്നു, ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്നു നബിയേ. അവരെത്ര, അങ്ങ് റസൂലല്ലേ, ഈ ലോകത്തിന്റെ എല്ലാമല്ലേ, ഖൈറുൽ ഖൽഖല്ലേ, ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ്വ മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും ഈ ലോകത്തെ സ്വർണത്തെക്കാളും മറ്റു പ്രഷ്യസ് ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം ഖൈറായ നബിയേ, അങ്ങ് ഈ പായയിലും അവരൊക്കെ എത്ര വല്ല സൗകര്യങ്ങളിലുമാണ്. ഇതോർക്കുമ്പോൾ എൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് നബിയേ. ഉമറേ, അതിനെന്തിനാണ് വിഷമിക്കുന്നത്? അവർക്ക് അല്ലാഹു ഈ ലോകം കൊടുത്തു, നമുക്ക് അല്ലാഹു പരലോകം തന്നു. പോരെ ഉമറേ, നമുക്ക് പരലോകവും ഇവർക്ക് ഈ ലോകവുമാണെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഇവിടെയും കഷ്ടപ്പാട് അവിടെയും കഷ്ടപ്പാട്, അങ്ങനെയല്ലല്ലോ. ഇവിടെ കഷ്ടപ്പെടുന്നു, പക്ഷെ അല്ലാഹു നമുക്ക് അവിടെ തരുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട് പറയാം. ഖത്താബിന്റെ മോനെ, എന്നെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ? എന്നെ പറ്റി വല്ല സംശയം തോന്നുന്നുണ്ടോ? ഉലൈക ഖൗമുൻ അജ്ലത് ലഹും ത്വയ്യിബാതുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഉമറേ, അവരുടെ നന്മകളൊക്കെ അല്ലാഹു ഇവിടെ കൊടുത്തു കഴിഞ്ഞു, നാളെ പരലോകത്തുണ്ടാവില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, സംശയം വേണ്ട ഉമറേ. അവർക്ക് അല്ലാഹു ഇവിടെ കൊടുത്തു, നമുക്ക് അല്ലാഹു ഇവിടെ തരൂലേ? അതുകൊണ്ട് അത്രയും നശ്വരമായൊരു ലോകത്തിന് വേണ്ടി എന്തിനാണ് ഉമറേ നിങ്ങൾ വിഷമിക്കുന്നത്? അപ്പൊ ഈ ലോകത്തിന്റെ എന്നാൽ അല്ലാഹു ചാല സമ്പത്തുണ്ടാക്കേണ്ട, നിങ്ങൾ ജോലി ചെയ്യേണ്ട എന്നല്ല നമ്മളോട് എന്തിനു പറഞ്ഞു? നിങ്ങൾ റബ്ബിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി ദുആരക്കണം. നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. നമുക്കറിയില്ല ദുആ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. പഠിക്കുന്ന കാലത്ത് കുറേ ദോരന്നിരുന്നൊരു ദുആയാണത്. സ്വകാര്യമായതുകൊണ്ട് നിങ്ങളോട് പറയാം, ഇതൊക്കെ ഒരു പരസ്യമാക്കി പൂട്ടും, അതൊക്കെ കുഴപ്പം എന്ന് പറയണില്ല. അള്ളാഹിനോട് ചോദിക്കുക, അത് എങ്ങനെ? പടച്ചോനെ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, ഒരു ഹറാമിലേക്കും പോവാതെ ഹലാല് കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം തരണം. തെറ്റുകളിലേക്ക് പോകാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് തരണം. ഒരു മനുഷ്യനോടും യാചിക്കേണ്ട അവസ്ഥ വരാതെ നീയായിട്ട് എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം. ഇത് പടച്ചവനോട് മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കി, അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വഴികൾ എളുപ്പാക്കി തരും. ഹലാലായ വഴികൾ അള്ളാഹു എളുപ്പാക്കി തരും. റബ്ബിനോട് ഐശ്വര്യം ചോദിക്കണം, ദാരിദ്ര്യം തരണം എന്ന് ചോദിക്കേണ്ട. നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം പടച്ചോനെ, ദരിദ്രന്മാരോടുകൂടെ എന്നെ പുനരുദ്ധാരണം ചെയ്തു തരണം, ദരിദ്രന്മാരോട് കൂടെയാക്കി തരണം എന്നൊക്കെ നബി തങ്ങൾ ദ്വാരം തരുന്നു. പക്ഷെ നമ്മളോട് അങ്ങനെ ദ്വാരക്കരുതെന്നാണ് പറഞ്ഞ്. എന്തേന്നറിയോ? തങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് ക്ഷമ വേണ്ടി വരും. നമുക്ക് ദാരിദ്ര്യം വേണമെന്ന് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു അങ്ങോട്ട് ദാരിദ്ര്യം തന്നു. 2 കിഡ്നിയും ഫെയിലായി, ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല, കുടുംബം പട്ടിണിയിൽ, വീട് ജപ്തിയിൽ, അങ്ങനെ ഇങ്ങനെ. ഇത് വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നബി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹിനോട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ദാരിദ്ര്യം ചോദിക്കണ്ട, പടച്ചവനോട് ഐശ്വര്യം ചോദിച്ചോളൂ. അള്ളാഹുവിനോട് ഐശ്വര്യം തരാൻ വേണ്ടി പറയണം. ദാരിദ്ര്യം നിങ്ങൾ ചോദിക്കേണ്ട, കാരണം അത് നൽകപ്പെട്ടാൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയൂല. വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. പിന്നെ
നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഐശ്വര്യമാണ് അള്ളാഹുവിൻ്റെ സ്മരണയിൽ പടച്ചോനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എത്ര സൗകര്യം അള്ളാഹു തന്നാലും, നമുക്ക് എത്ര തന്നെ അള്ളാഹു തന്നാലും ഒരുപാട് ആളുകളുടെ പ്രയാസം തീർത്തു കൊടുത്തൂടെ? അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് ആളുകളെ സഹായിച്ചൂടെ നമുക്ക്? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അള്ളാഹിനോട് ഈ ദുആ നല്ലോണം വരുന്നോളി. നിങ്ങൾ നാട്ടിലെത്തി പാൻറ്റും കുപ്പായിട്ട് സ്പ്രേ അടിച്ച് ചെന്നാലേ എന്തായാലും 4-5 ആൾക്കാരെ വരേക്ക് വരും. റെസിറ്റ് ബുക്കേറ്റ് വേറെ ടീം വരും, അല്ലാത്ത കഷ്ടപ്പാടുള്ളവർ വരും. നിങ്ങൾ ഇവിടുന്ന് കടം കള്ളം വാങ്ങിയിട്ടാക്കാരും പോയിട്ടുണ്ടാവാം. പക്ഷേ നാട്ടുകാർക്ക് അത് അറിയൂല. അറിയാത്തത് കൊണ്ടോ ഞാൻ അറിയില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ നമ്മളോട് വന്ന വിഷമങ്ങൾ പറയുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവില്ല. അവർ 10,000 പ്രതീക്ഷിച്ച് വന്നു, നിങ്ങൾക്ക് ആകെ 500 കൊടുക്കാൻ പറ്റുള്ളൂ. ശപിച്ചിട്ടായിരിക്കും മനുഷ്യരോട് നിന്ന് ഇറങ്ങിപ്പോവുക. കണ്ടില്ലേ, പത്രാസ് കാണിച്ചിട്ട് ഞാനൊരു 1000 ചോദിച്ചിട്ട് അങ്ങനെ പറയാം. അപ്പം അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ നമ്മളെ പ്രതീക്ഷിച്ച് വല്ലവരും വരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല. എന്നാൽ ഉള്ളതെന്ന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നീ തരണം പടച്ചോനെ എന്ന് അള്ളാഹിനോട് ചോദിച്ചോളൂ. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹു അതിൻ്റെ വകുപ്പ് നിങ്ങൾക്ക് തരും. മനസ്സറിഞ്ഞ് ചോദിച്ചോളൂ. കാരണം അതൊരു ഇസ്സത്തിൻ്റെ വിഷയമാണ്. നാട്ടിൽ മുഴുവൻ പാട്ടാക്കി നടക്കും ചെയ്യും ഇങ്ങനത്തെ മനുഷ്യന്മാർ. വെറുതെ കിട്ടണ പോലെ ചെയ്യുക. ഈ ചോദിച്ച് വരുന്നത് വെറുതെയാണ്. നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് പ്രതിഫലോ കൂലി എന്നല്ലേ ചോദിക്കുന്നത്, വെറുതെ തരുമെന്നാ ആ വെറുതെ കൊടുക്കണതിനെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നാട്ടിൽ അപമാനിതരാക്കും. മനുഷ്യന്മാരോട് ചെന്നിട്ട് പല ഫിത്നയും വസാദും പറയും. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിനോട് സിത്ർ മറയെ ചോദിക്കുക. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കുക. നമ്മൾ കഷ്ടപ്പാടിലാണെന്നൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട. നമ്മൾ വളരെ റാഹത്തിലാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി. എന്തിനാ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഒരിങ്ങോട്ട് അതിലപ്പുറമുള്ള കഷ്ടപ്പാട് പറയും. പിന്നെ എന്തിനാ നമ്മൾ റാഹത്തിൽ? അതൊരു സിത്റാണ്, അള്ളാഹു തരുന്നൊരു മറയാണ്. ആ മറക്ക് വേണ്ടി ചോദിക്കണം, പടച്ചോൻ റബ്ബേ ഞാൻ കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാതെ ഇടങ്ങേറായി നടക്കുകയാണ്, തലങ്ങും വിലങ്ങും മശരിക്കും മഗ്രിബും ഓടുകയാണ്. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ കാര്യം റാഹത്തിലാണ്. എന്നാൽ അയാളോട് പോയി പറയട്ടെ, എൻ്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമോ? അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അള്ളാഹു തരുന്നൊരു ഇസ്സത്താണ്, ഒരു അഭിമാനമാണ്. ആ അഭിമാനം നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കുക. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ഇത് ദാരിദ്ര്യമില്ലാതെയാവാനും കടം വീടാനും പറഞ്ഞ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ്. കടം വീടാൻ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അതേപോലെ കടം വിടാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണ് ഈ ദുആയും. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. ആരും പഠിച്ചിട്ടില്ലെങ്കിലും പ്രവാസികൾ ഈ 2 ദുആയും പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഉറക്കെ ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു നമുക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹു ഈ ലോകത്തെക്കാളും ഖൈറായത് ചില കാര്യങ്ങളുണ്ട് അത്രേ. ലോകം ഇങ്ങനെ നിസ്സാരമാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ഖൈറായ ഈ ലോകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിബാതു യൗമിൻ ഫീ സബീലില്ലാഹ് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ ഖൈറും മിനദ് ദുനിയാ വമാ അലൈഹാ. റിബാതു യൗമിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ കാവലായി നിൽക്കുന്നത്. ഇത് പട്ടാളക്കാർക്കുള്ള ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഏത് രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതല്ലേ. സ്വന്തം നാടും കുടുംബം വെച്ചിട്ട് ഏതോ മലമുകൾ, എന്ത് എയർ കണ്ടീഷൻ, എന്ത് ഭക്ഷണം, ജീവൻ കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ ബോർഡറുകളിൽ എല്ലാ രാജ്യത്തിനും പട്ടാളക്കാരില്ലേ. അതൊരു ഇസ്ലാമിക രാജ്യവും സ്വന്തം രാജ്യത്തോട് പ്രതിബദ്ധതയോടും കൂടെ ചെയ്യുന്ന ഒരു മുസ്ലിം ചെയ്യുന്ന പണിയാണെങ്കിൽ അതിന് ഈ കൂലി കിട്ടും. അതിനാണ് റിബാത്ത് എന്ന് അറബിയിൽ പറയാം. റിബാത്ത് യൗമിൻ, അല്ലെങ്കിൽ ഒരു സൈന്യത്തിന് കാവൽ നിൽക്കുക. സൈന്യത്തിന് വിശ്രമിക്കണം. എല്ലാവരും ഉറങ്ങിയ ശത്രുക്കൾ അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കൂട്ടർ ഉറങ്ങുമ്പോൾ ഒരു കൂട്ടർ കാവൽ നിൽക്കണം. ആ കാവൽ നിൽക്കുന്ന പണിക്കും റിബാത്ത് എന്ന് പറയും. റിബാത്ത് യൗമിൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി അങ്ങനെ ഉറക്കൊഴിച്ചിട്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു രാത്രി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്നത് ഖൈറും മിനദ് ദുനിയാ വമാ അലൈഹാ. ഈ ലോകം മുഴുവനും അതിന്റെ മുകളിലുള്ള മുഴുവനും, ദുനിയാവിന്റെ മുകളിലല്ലേ, ജ്വല്ലറക്കല്ലേ, ഷോപ്പിംഗ് മാളൊക്കെ അല്ലേ,
അതൊക്കെ അങ്ങ് കിട്ടുന്നതിനേക്കാളും ഖൈർ ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉറക്കമൊഴിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി റിബാത്തു യൗമിൻ, വലിയ കൂലിയാണ് പട്ടാളക്കാർക്ക് അവർ ചെയ്യുന്ന സേവനത്തിന് വലിയ ഒരൊറ്റ ദിവസം അവർ ഡ്യൂട്ടി എത്ര ദിവസങ്ങളുണ്ടാവും, എത്ര വർഷങ്ങളുണ്ടാകും, എത്രയായിരിക്കും ഇതിൻ്റെ കൂലി? അതിലൊക്കെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഷഹാദത്തിന്റെ പ്രതിഫലവും യാ സലാം, എന്ത് വേണം? റിബാത്തു യൗമിൻ ഫീ സബീലില്ലാഹ് ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ വമൗദിഉ സൗതു അഹദികും ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏകദേശം ഒരു ചാട്ടവാറിന്റെ അത്ര ലെങ്ത്തുള്ള സ്ഥലം, ഒരു ചാട്ടവാറിന്റെ കയറ് എത്ര നീണ്ടു നിൽക്കുന്നുവോ അത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സെന്റില്ല, അര സെന്റില്ല, 1/4 സെന്റും ഇല്ല, എത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു വര വരക്കാനുള്ള സ്ഥലം. അത്രയും സ്ഥലം നിങ്ങൾക്ക് സ്വർഗ്ഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ, ഈ ലോകവും ഇതിന്റെ മുകളിലുള്ള മുഴുവതും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഖൈർ സ്വർഗ്ഗത്തിലെ ഒരൽപ്പം കിട്ടലാണ്. അള്ളാഹുവിന്റെ വഴിയിലായി ഒരു മനുഷ്യൻ പോകുന്ന രാവിലത്തെ യാത്ര, അള്ളാന്റെ വഴിയിൽ, അത് യുദ്ധത്തിൽ നിന്ന് മാത്രമല്ല, ആളുകൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഒരു ചാരിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ട്. നമുക്ക് ആരൊക്കെയാ കഷ്ടപ്പാടുള്ളവർ, അവരെ പോയി ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് വണ്ടി എടുത്ത് പോവല്ലേ, പോയി എവിടെയാ, നമുക്ക് അങ്ങോട്ട് അവിടെ ദുബായിലോ ഷാർജയിലോ കിടക്കുന്ന ഏതോ ലേബർ ക്യാമ്പിലേക്കാണ്, എല്ലാം നമുക്ക് പോകാം. വണ്ടി എടുത്ത് പോകുന്നു, രാവിലെ പുറപ്പെട്ടു അല്ലെങ്കിൽ വൈകുന്നേരം പുറപ്പെട്ടു. ഏതോ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ലത് എത്തിച്ചു കൊടുക്കാൻ, ഒരു നല്ല മെസ്സേജ് എത്തിക്കാൻ. ഒരു ഫിത്നയും ഫസാദും നടക്കുന്ന സ്ഥലമാണ്, അവിടെ സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന യാത്ര, രാവിലെയും വൈകുന്നേരവും ചെയ്യുന്ന ഓരോരോ യാത്രയും ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ, ഈ ലോകം മുഴുവനും അതിന്റെ മീതെയുള്ള മുഴുവനും നിങ്ങൾക്ക് നൽകപ്പെടുന്നതിനേക്കാളും ഖൈർ നിങ്ങളുടെ ഒരു യാത്രയാണ്, ഒരു ദിവസത്തെ ഒരു യാത്ര. അപ്പോൾ അതുപോലെയുള്ള യാത്രകളൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊക്കെ ഈ ലോകത്തെക്കാളും ഖൈർ എന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വലവിത്തലഅതി ഇംറഅതും മിൻ നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അപ്സരസ്സുകളായ പെണ്ണുങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ഈ ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ, ബാൽക്കണിയിൽ എത്തി നോക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യമായിരുന്നുവെങ്കിൽ, ലമലഅത് മാ ബൈനഹാ, ഈ ലോകത്തെ ആകാശഭൂമികൾക്കിടയിൽ മുഴുവനും റീഹൻ, നല്ല സുഗന്ധം പരത്താൻ അവരൊന്ന് എത്തി നോക്കിയാൽ മതി. ഈ ലോകം മുഴുവനും ഇരുട്ടാന്ന് വിചാരിക്കുക, അപ്സരസ്സുകളൊരു പെണ്ണ് ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി തലയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം പ്രകാശിക്കുമത്രേ. ആ പെണ്ണല്ല, ആ പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന ഖിമാർ, നസീഫുഹാ, അവൾ തലമറക്കുന്ന വസ്ത്രം, ആ വസ്ത്രം തന്നെ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും അതിലുള്ള എല്ലാറ്റിനേക്കാളും ഖൈറാണത്രേ അവരുടെ ആ ഒരു തലമറക്കുന്ന വസ്ത്രം തന്നെ. പിന്നെണ്ട് അവരെ വസ്ത്രത്തിന്റെ വില അങ്ങനെ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബ്ഹിന്റെ 2 റകഅത്ത്, ഫർളിന്റെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്തില്ലേ, അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റകഅത്ത് സുന്നത്ത്, വലിയ കൂലിയുള്ള കാര്യമാണ്. റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകം അതിനുള്ള എല്ലാറ്റിനേക്കാളും ഖൈറാണത്രേ സുബ്ഹിന്റെ മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന 2 റകഅത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ആ നിസ്കാരത്തിലേക്ക് പോവാൻ, അതിന്റെ മുമ്പ് അതിന്റെ ഒരു പ്രിപ്പറേഷനാണ് ഈ സുന്നത്തുകളൊക്കെ. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് എന്ത് ചെയ്യണം? സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. സുന്നത്ത് മാ ഖബലും മാ ബഅദുമുള്ള സുന്നത്തുകൾ നിസ്കരിച്ചാൽ നമ്മൾ മെന്റലി ഇതിന് പ്രിപ്പയർഡ് ആവും. നേരെ ഓടി അല്ലാഹു അക്ബർ 4 റകഅത്ത് നിസ്കരിച്ചു ഓടി, അതല്ല സുന്നത്ത്. എനിക്കൊരു ഫർള് വരാനുണ്ട്, ഞാൻ അതിൻ്റെ സുന്നത്ത് നിസ്കരിക്കട്ടെ. അപ്പോഴേക്കും മാനസികമായി നമ്മളതിന് സെറ്റിൽഡ് ആവും. സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും.
പിന്നെ ഒരു പരിഹാരം നമ്മൾ ഈ പറയുന്നത്, എൻ്റെ ഈ നിസ്കാരം അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിക്കണമെന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാമുമാരൊക്കെ പറഞ്ഞ് കേൾക്കുമായിരിക്കും, സൊല്ലു സ്വലാത്ത മുവദ്ദിഅ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? സൊല്ലു സ്വലാത്ത മുവദ്ദിഅ. ചില ഇമാമുമാരൊക്കെ പറയും ഇസ്തവു വസ്തഖീമു വഅ്തദിലു യർഹമുനി യർഹമുക്കുമുല്ലാഹ്, അങ്ങനെയും പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സൊല്ലു സ്വലാത്ത മുവദ്ദിഅ. ഇമാം നിൽക്കുക തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നിൽക്കുന്ന മഅ്മൂമികളോട് സൊല്ലു സ്വലാത്ത മുവദ്ദിഅ, ലോകത്തോട് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോളൂ. ഇനി തൂക്കിലേറ്റപ്പെടാൻ പോകുമെന്ന് വിചാരിച്ചോളൂ, ഈ നിസ്കരിക്കാനുള്ള സമയമേ ഉള്ളൂ. എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എൻ്റെ ഇശ. എൻ്റെ അവസാനത്തേതാണ് ഈ സുബ്ഹി. ദുഹർ വരെ ഞാൻ ഉണ്ടാവില്ല, എൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയി ഞാൻ മരിച്ചേക്കാം. അസറിലേക്ക് ഞാൻ ഉണ്ടാവില്ല, എൻ്റെ അവസാനത്തെ ദുഹറാണിത്, എൻ്റെ അവസാനത്തെ മഗ്രിബാണിത്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിസ്കരിച്ചാൽ ആ ചിന്ത കൽബിലേക്കാണ് വരണം. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ കൽബിലേക്ക് അത് ഇന്റേണലൈസ് ചെയ്യണം. ഈ ആശയം കൽബിലേക്ക് കൊണ്ടുവരണം. കഴിഞ്ഞു എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇത് ഞാൻ നന്നാക്കട്ടെ, ഇനി ഒരു അവസരം കിട്ടൂലല്ലോ, ഞാൻ മരിക്കാൻ പോകണ്ടേ, റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവസാനം ചെയ്ത എൻ്റെ ഈ നിസ്കാരം അതെനിക്ക് ഖൈറായി വരണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ശ്രദ്ധ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുൽവത്തുദ് ദുനിയാ മുറത്തുൽ ആഖിറ വമുറത്തുദ് ദുനിയാ ഹുൽവത്തുൽ ആഖിറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ മധുരമുള്ളതൊക്കെ ആഖിറത്തിലേക്ക് നോക്കിയാൽ കയ്പുള്ളതായിരിക്കും. ഈ ലോകത്തെ മധുരമുള്ള സംഗതിയൊക്കെ ആഖിറത്തിലേക്ക് നോക്കിയാൽ കയ്പായിരിക്കും. ഈ ലോകത്തെ കയ്പുള്ളത് ആഖിറത്തിന്റെ മധുരവുമാണ്. കുറേ ഉദാഹരണം. കള്ളുടിയന്മാർക്ക് കള്ളുടിക്കാം, അവർക്കത് ദുന്യാവിൽ മധുരമുള്ള സംഗതിയാണ്. അതിഷ്ടം പോലെ സുലഭമായ രാജ്യങ്ങളിൽ പോയി ജീവിക്കുക. വ്യഭിചാരം ശരീരത്തിനത് ഇഷ്ടമാണ്, ദുന്യാവിൻ്റെ ഒരു മധുരമാണ്, പക്ഷേ ആഖിറത്തിനത് കയ്പാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ സമ്പാദിക്കുന്ന ദുന്യാവിൻ്റെ മധുരമാണ്, പക്ഷെ അത് ആഖിറത്തിൻ്റെ കയ്പാണ്. നമുക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയാം, ചീത്ത പറയാം, അനാവശ്യം പറയാം, തെറി പറയാം. നാവിനത് ദുന്യാവിൻ്റെ ഇഷ്ടമാണ്, പക്ഷെ ആഖിറത്തിനത് കയ്പാണ്. തോന്നിയതുപോലെ ജീവിക്കുക, അത് ദുന്യാവിൽ മധുരമുള്ള പോലെ തോന്നും, പക്ഷെ ആഖിറത്തിലേക്ക് കയ്പാണ്. നേരെ മറിച്ച് ഇവിടെയുള്ള കയ്പ് ആഖിറത്തിലേക്ക് മധുരമാണ്. എങ്ങനെ? നല്ല ഉറക്കം വരുന്ന നേരമായിരിക്കും സുബ്ഹി നിസ്കാരത്തിന്റെ നേരം. ചിലപ്പോൾ ലേറ്റായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പറയും വേണ്ട, ആ നേരത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞത് ഒരു പക്ഷേ മുറ, കയ്പായിട്ട് തോന്നും, വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ട്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു കയ്പ് ആഖിറത്തിലേക്ക് മധുരമാണ്. യാ അല്ലാഹ്, ഹുൽവത്തുദ് ദുനിയ മുറത്തുദ് ദുനിയ ഹുൽവത്തുൽ ആഖിറ. നമുക്ക് ചെയ്യാൻ പറയുമ്പോൾ നോമ്പ് നോൽക്കുന്നത് അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എത്രയാ പ്ലേറ്റ് കൊണ്ടുവെക്കുന്നത്, പള്ളിക്കാട്ട് കൊണ്ടുപോലും ഇങ്ങോട്ട് തിരിച്ചതിൽ കിട്ടൂല, അങ്ങനെയൊക്കെ തിന്നുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്തിനാണ് ചെറിയ പ്ലേറ്റൊക്കെ തട്ടുകന്നെ കറി വെച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയും ചെയ്യവർ. ഇവരൊക്കെ എങ്ങനെ നോമ്പ് വിൽക്കുക? എന്തൊരു പ്രയാസമായിരിക്കും. റമദാൻ വരുന്ന പേടിയായിരിക്കും, പിന്നെ റമദാനല്ലേന്ന് വെച്ച് മുണ്ടാണ്ടിരിക്കുകയായിരിക്കും. അത് എന്തേ ഭക്ഷണപ്രിയന്മാരായ, അത് ദുന്യാവിലത് കയ്പ് പോലെ തോന്നുന്നു, പക്ഷെ ആ നോമ്പ് അവർക്ക് ആഖിറത്തിലേക്ക് മധുരമാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കടയിലാണ് നിസ്കാരത്തിന് എഴുന്നേറ്റ് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുകയാണ് നിസ്കരിക്കാൻ. അത് നിങ്ങൾക്ക് കയ്പായിട്ട് തോന്നും, പക്ഷെ അത് ആഖിറത്തിലേക്ക് മധുരമാണ്. വളരെ മനോഹരമായ, വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ്. അങ്ങനെയാണ് ഹദീസിന്റെ ഒരു അത്ഭുതം. അങ്ങനെയാണ് എന്തൊക്കെ ഉൾക്കൊണ്ടു ഇതിന്റെ ഉള്ളിൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയുന്നു, ഹുൽവത്തുദ് ദുനിയ മുറത്തുൽ ആഖിറ വമുറത്തുദ് ദുനിയ ഹുൽവത്തുൽ ആഖിറ. ആ ഹദീസ് നമുക്ക് പഠിച്ചു നോക്കല്ലേ? ഇന്നത്തെ ഒരു ഹദീസ് അങ്ങനെ പഠിച്ചേക്കാം ഇൻഷാ അല്ലാഹ്. ഹുൽവത്തുദ് ദുനിയ മുറത്തുൽ ആഖിറ. ഞാൻ തിരിച്ചു പറഞ്ഞാൽ മതി, മുറത്തുദ് ദുനിയ ഹുൽവത്തുൽ ആഖിറ. ഹുൽവത്തുദ് ദുനിയ, ദുന്യാവിലെ ഹൽവ. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള സാധനമല്ലേ? അലുവ എന്ന് പറഞ്ഞ സംഭവം ഈ ഹൽവയാണ്. അതാണ് ഈ അലുവയായി മാറിയത്. കോഴിക്കോടൻ അലുവയൊക്കെ ഇപ്പോൾ കണ്ണൂർ കിട്ടും. കോഴിക്കോടൻ അലുവ ശബരിമലയിൽ കിട്ടാണ്ട്, കോഴിക്കോടൻ അലുവ തിരുവനന്തപുരത്ത് കിട്ടാണ്ട്, തിരുവനന്തപുരം ലൈവ് സ്റ്റേഷനിലും ഉന്തി കൊണ്ടുവരുന്നത് കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുനടക്കുന്നത്. കോഴിക്കോടല്ലേ കിട്ടേണ്ടത്? ഹൽവ. ഹുൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്. ഹുൽവത്തുദ് ദുനിയ മുറത്തുൽ ആഖിറ. മുറ എന്ന് പറഞ്ഞാൽ കയ്പുള്ളതെന്നാണ്.
ഹുൽവത്തുദ് ദുനിയ, ദുനിയാവിൽ മധുരമുള്ളത്, മുർറത്തുൽ ആഖിറ, ആഖിറത്തിൽ കയ്പായിരിക്കും. ഇനി മുർറത്തുദ് ദുനിയ, ദുനിയാവിൽ കയ്പുള്ളത്, ഹുൽവത്തുൽ ആഖിറ, ആഖിറത്തിൽ മധുരമുള്ളതാണ്. അത് പറയാൻ കഴിയുന്നു? കൈപൊക്കി പറഞ്ഞാട്ടെ. കുറേ ആൾക്കാരുണ്ട്, ആർക്കും സമ്മാനമല്ല എന്നാ പറഞ്ഞ, ഒരാളൊക്കെയാണെങ്കിൽ കൊടുക്കുന്നു വിചാരിച്ചു. എന്നാ പറയല്ലേ? 3, 2, 1 ഗോ. ഹുൽവത്തുദ് മുർറത്തുൽ ആഖിറ വമുർറത്തുദ് ദുനിയ ഹുൽവത്തുൽ ആഖിറ. അൽഹംദുലില്ലാഹ്. ഒരു ഹദീസൊക്കെ പഠിച്ചു വെച്ചാൽ വലിയ ഭാഗ്യമല്ലേ? അൽഹംദുലില്ലാഹ്. യാ ആയിഷ, ആയിഷ ബീവി, ഹവ്വിലി ഹാദാ ഫഇന്നി കുല്ലമാ ദഖൽതു ഫറഅയ്തുഹു തദക്കർതു ദുനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെ ചിന്തിപ്പിക്കുന്നുവോ അത് നബി തങ്ങൾ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കാണാൻ ഇഷ്ടപ്പെടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മനോഹരമായൊരു വിരിപ്പുണ്ട്. മനോഹരമായൊരു വിരിപ്പ് അവിടെ ചുമരിൽ ചാർത്തി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി, ആയിഷ, ഹവ്വിലി ഹാദാ, ഇത് നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഫഇന്നി കുല്ലമാ ദഖൽതു ഫറഅയ്തു, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴൊക്കെ ഈ മനോഹരമായ കാർപ്പറ്റ് കാണുമ്പോൾ, ഫറഅയ്തുഹു, അത് കാണുമ്പോൾ, ദകർതു ദുനിയ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് ആയിഷ, നമുക്കത് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി. യാ റബ്ബി, എന്താണ് അതൊക്കെ അല്ലേ? എന്താണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ വലിയ ജിഹാദ് ഇപ്പം അങ്ങനെ ആയിരിക്കും. ലക്ഷറിയോടുള്ള ജിഹാദായിരിക്കും ഒരു പക്ഷെ വലിയ ജിഹാദ്. നമുക്ക് വലിയ നിഅമത്തിലാണ്, വലിയ നിഅമത്തിലാണ്. ഈ ലോകത്തിന്റെ മൊത്തം വില എത്രയാണ്, ദുനിയാവിന്റെ വില എത്രയാണ് എന്ന് പറഞ്ഞൊരു ഹദീസാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. ദുനിയാവ് മുഴുവൻ കയ്യിൽ കിട്ടാൻ ആഗ്രഹം ഉണ്ടാവും മനുഷ്യന്മാർക്ക്. ദുനിയാവിലെല്ലാം എൻ്റെ കയ്യിൽ കിട്ടണം എന്ന് പറയുന്ന ചിന്ത, അത് മുഴുവൻ കിട്ടാനുള്ള ഒരു പോംവഴി, കിട്ടിയതുപോലെ വിചാരിക്കാൻ പറ്റുന്നൊരു പോംവഴിയാണ് ഈ പറഞ്ഞ ഹദീസ്. മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ ഒരാൾ, ആമിനൻ ഫീ സിർബിഹി, തൻ്റെ കൊച്ചു കൂരയിൽ പൊളിഞ്ഞു വീഴാതെ സുരക്ഷിതനായി നിങ്ങൾ നേരം പുലർന്നു. നമ്മുടെ ഫ്ലാറ്റ് തീ പിടിച്ചിട്ടില്ല, തകർന്നിട്ടില്ല, നേരം വെളുത്തപ്പോൾ ഓക്കെയാണ്, കറണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാതെ എഴുന്നേറ്റ് നടന്നു പോരാൻ വരുന്നു. വില്ലയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, വീടിനൊന്നും തകരാറും പറ്റിയിട്ടില്ല, രാവിലെ എഴുന്നേറ്റു, മാഷാ അല്ലാഹ്. അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞു കൂടിയത്? അൽഹംദുലില്ലാഹ്. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് എന്തെങ്കിലും അസുഖമൊന്നും കാണുന്നില്ല, കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതില്ലാണ്ടിരിക്കലാണ് ഇപ്പം മാനക്കേടുന്ന. കാരണം അതുള്ളത്. കല്യാണത്തിന് ചെന്നിട്ട് എവിടെ നാടൻ ചോറെന്ന് ചോദിക്കുകയാണ്. അതൊരു ഗട്സാണ്, അതൊരു അഭിമാനമാണ്. ഇപ്പോൾ നാടൻ ചോറും വരട്ടെ എന്നാണ് പറയണത്. എവിടെ സാമ്പാറും മുരിങ്ങക്കായൊക്കെ, ആടും കോഴിയൊന്നും ആർക്കും വേണ്ട, ഇപ്പം ബിരിയാണിയൊന്നും വേണ്ട. നോൺ വെജ് അങ്ങോട്ടാണ് ഇപ്പോൾ. നോൺ വെജ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഹിറ്റാവുണ്ട് നാട്ടിലെന്നാണ് കേട്ടത്. നോൺ വെജ് ഇങ്ങനെ ബിരിയാണിയൊക്കെ അടിച്ചടിച്ചിട്ടേ മടുത്തിട്ട് നോൺ വെജ് അല്ല, വെജ്. നോൺ വെജ് മടുത്തിട്ട് വെജിലേക്ക് പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കാര്യമായ അസുഖമൊന്നുമില്ല. ഇതൊക്കെ ചില ക്രോണിക് ഡിസീസുകളാണ്, മരിച്ചിട്ട് പിരിയുന്ന ചില അസുഖങ്ങളാണ് അതൊക്കെ. മുആഫൻ ഫീ ജസദിഹി, നേരം വെളുത്തു, കാര്യമായ അസുഖം, പനിയൊന്നുമില്ല, തലവേദനയൊന്നുമില്ല, എഴുന്നേൽക്കാൻ പറ്റാത്ത പ്രയാസം, അങ്ങനെയൊന്നുമില്ല. 2, ഇങ്ങനെ നമ്മൾ കുറേ ദിവസം ആവണില്ലേ? അൽഹംദുലില്ലാഹ്. വഇൻദഹു ഖൂതു യൗമിഹി, ആ ദിവസം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കയ്യിലുണ്ട്, വേറെ സ്റ്റോക്കൊന്നുമില്ല, അന്ന് തിന്നാനുള്ള ഭക്ഷണം കയ്യിലുണ്ട്. ഇത് 3ഉം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തവർ ഒന്ന് കൈപൊക്കിയാട്ടെ. ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല, ഞാൻ എണീക്കുമ്പോഴൊക്കെ പേരെ പൊളിഞ്ഞാടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നും അസുഖമാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അന്ന് ജീവിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവാറില്ല. അങ്ങനെ ആരെങ്കിലും ദുനിയാവിലുണ്ടാവോ? വളരെ അപൂർവമായിരിക്കും. എന്ത് കിട്ടിയെന്ന നബി തങ്ങൾ പറയും, ഈ ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അതിന്റെ മുക്കുമൂലകളിൽ നിന്ന് അടിച്ചുകൂട്ടി നിങ്ങളുടെ കയ്യിലെന്ത് കൊണ്ടു തന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഈ 3 അനുഗ്രഹങ്ങളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെയുള്ളൂ. ഏത് മുതലാളി എഴുന്നേറ്റാൽ 2 ഇഡ്ഡലിയോ 3 ഇഡ്ഡലിയോ തിന്നുന്ന സാധാരണ ഒരു അവസ്ഥ. മുതലാളി എന്ന് ചോദിച്ചാൽ 25 തിന്നാൻ പറ്റുമോ?
പനിയുണ്ട്, ഒരു ഗുളിക രാവിലെ കുടിക്കണം. ഞാൻ മുതലാളില്ല, ഞാൻ 10 കുടിച്ചോളാം. പക്ഷെ ഒന്നല്ലേ പറ്റുള്ളൂ. മുതലാളി ഒരുപാട് ബെഡ് വാങ്ങാൻ പറ്റൂ, ഒറ്റ ബെഡിലല്ലേ കിടന്നുറങ്ങാൻ പറ്റൂ. ദുന്യാവ് മുഴുവങ്ങളെ കയ്യിൽ കിട്ടിയതിൻ്റെ തുല്യമാണ്. ആരോഗ്യമുണ്ടോ, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ, നാളത്തേക്കും കുട്ടിനെ കെട്ടിക്കാൻ, അതല്ല അന്ന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്, വീട് പൊളിഞ്ഞു വീണിട്ടില്ല. ഇത് മൂന്നുമുള്ളവർ ഈ ലോകം കിട്ടിയതിന് തുല്യമാണ്. പിന്നെ എന്തിനാ നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യാതിരിക്കുന്നത്? അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء. അതുകൊണ്ട് നബിയേ, വദ്രിബ് ലഹും, ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കിൻ. നേർക്കുനേരെ ഈ ദുന്യാവ് നശ്വരമാണെന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാവാൻ പ്രയാസം കാണും. ഉദാഹരണം പറഞ്ഞു കൊടുക്കിൻ, ഞാൻ പറഞ്ഞു തരാം. കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് നാം ഇറക്കുന്ന വെള്ളം പോലെ, മഴ പോലെ. ഫഖ്തലത ബിഹി നബാതുൽ അർള്, ഭൂമിയിലെ ചെടികൾ ആ മഴവെള്ളവുമായി കൂടി കലരുകയും ആ ചെടികൾ മുളച്ചു പൊന്തുകയും ചെയ്യുന്നു. ഫഅസ്ബഹ ഹശീമാ, വളരെ പെട്ടെന്ന് അതൊക്കെ ഇല്ലാതെയാവുന്നു. നല്ല ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് കാര്യമായ അസുഖം വരുന്നു. എത്രയോ ആളുകൾ ശരീരം വല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാവിധ ഡയറ്റും അതുപോലെ ഫുഡ് കൺട്രോളും അതുപോലെ എക്സസൈസും ഒക്കെ ചെയ്തിട്ട് അറ്റാക്ക് വരുന്നവരില്ലേ? നമ്മൾ എത്ര കേൾക്കുന്നു. പക്ഷെ അസ്ബാബുകൾ നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മൾ ആരോഗ്യമുള്ളവരായി ജീവിക്കുക എന്ന നമ്മുടെ ദീനിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ മുസ്ലിമും ആരോഗ്യമുള്ളവനാവണമെന്നാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ജനങ്ങൾക്ക് ഭാരമായി ഒരു അസുഖം വന്നവനെ പൊക്കിക്കൊണ്ടുപോകണം, അങ്ങനത്തെ അവസ്ഥ. അവനായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ആഫിയത്ത് കിട്ടാൻ നമ്മുടെ ഭക്ഷണത്തിലെ നിയന്ത്രണം, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എക്സസൈസുകളോ അല്ലാതെയോ ആയിട്ട് ആരോഗ്യ നിയന്ത്രണം, ആരോഗ്യ സംരക്ഷണം നമുക്ക് വേണം. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് ആരോഗ്യം വേണം. അതുകൊണ്ട് നബിയെ, ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, കാറ്റടിച്ചു വീശി ആ കാറ്റിൽ പറന്നു പോകുന്നവയായി ഈ മുളച്ചു പൊന്തിയ നല്ല ചെടികളൊക്കെ കറ്റകളായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാറ്റിൽ പറക്കുന്നവയായി മാറുന്നത് കണ്ടിട്ടില്ലേ നബിയെ? അതുപോലെയാണ് ഈ ലോകം. നിങ്ങൾ വന്നു, ഇവിടുന്ന് പോകുന്നു. എത്ര പെട്ടെന്നാണ് വന്നത്, എത്ര പെട്ടെന്നാണ് തിരിച്ചു പോകുന്നത്, വളരെ പെട്ടെന്നാണ്. ഈ അനുഭവിച്ചതൊക്കെ, ആ ചെടിയൊക്കെ വളരെ പെട്ടെന്ന് നുരുമ്പി. ഇത് മരുഭൂമിയിലൊരു അനുഭവമാണ്. മരുഭൂമിയിലൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറവാണ്. ഇതാ നമ്മൾ വിൻ്ററിൻ്റെ ആ ഒരു രംഗത്തേക്ക്, തണുപ്പിലേക്ക് കടന്നു വന്നാൽ 1-2 മഴയൊക്കെ പെയ്തു, റോഡ് സൈഡിലൊക്കെ നമ്മൾ പൈപ്പിടാതെ തന്നെ പൊങ്ങുന്ന ചെടികൾ കാണാൻ കഴിയും. മണലിൽ പുല്ലുകൾ കാണുന്നില്ലേ? മണൽ, ഡെസേർട്ട് ലൈഫ് വളരെ അത്ഭുതമാണ്. ഡെസേർട്ട് സർവൈവൽ, ഡെസേർട്ട് പ്ലാന്റ്സ്, അതിനെ സംബന്ധിച്ചൊക്കെ പ്രത്യേക പഠനങ്ങൾ നടക്കാറുണ്ട്. ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാ, അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മഹാനവറുകൾ ഈ രാജ്യത്തിന് 972 മോചനം കിട്ടുന്ന സമയത്ത് അദ്ദേഹം വെച്ച ഒരു പ്ലാൻ ഉണ്ട്. വിഷൻ 1972 എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. 972 അവരുടെ ഈ രാജ്യത്തിൻ്റെ ഒരു വീക്ഷണമുണ്ട്. അതിങ്ങനെയാണ്: ടേൺ ഡെസേർട്സ് ഇൻ ടു ഗ്രീൻലാൻഡ്, മരുഭൂമിയെ ഒരു പച്ച നാടാക്കി മാറ്റുക. അങ്ങനെയാണ് മഹാനവറുകൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് 994 ആയപ്പോഴേക്കും എത്രയിൽ വഫാത്താകുന്നവർ? 2004 94 ആകുമ്പോഴേക്കും 40 മില്യൺ ട്രീസ് വേ പ്ലാന്റഡ്. 40 മില്യൺ ചെടികൾ ഇവിടെ കൊണ്ടുവന്നു. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഘട്ടങ്ങളുണ്ട്. 72 മുതൽ 84 വരെയുള്ള കാലം, 84 മുതൽ 86 വരെ ചില പീരീഡുകളുണ്ട്. ഓരോരോ ഘട്ടമായിട്ടാണ് ഈ സംഭവം അവർ നടപ്പാക്കിയത്. അങ്ങനെയാണ് അവരുടെ ചർച്ചയിൽ ആ ഒരു വിഷന്റെ ഭാഗമായി നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. സർവൈവിങ് പ്ലാന്റ്സ്, അതായത് മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ചെടികളാണ് ഇവിടെ കൊണ്ടുവരിക. നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, നനച്ചു കൊടുക്കുന്നത്, മരുഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, കടുത്ത ചൂടിൽ ഉണങ്ങാതെ പിടിച്ച്. നമുക്ക് വിചാരിക്കും ദുബൈയിലേക്ക് പോകുമ്പോൾ 2 സൈഡിലുണ്ട്, നമ്മൾ വിചാരിക്കും റബ്ബേ ഇതൊരു മാങ്ങത്തോട്ടാണെങ്കിൽ എത്ര മാങ്ങ കിട്ടിയേനെ. പക്ഷെ മൂച്ചയ്ക്ക് പിടിച്ചേക്കാൻ കഴിയില്ല ഈ ചൂടിൽ. 1-2 അപ്പോൾ പറയും മാവുണ്ടല്ലോ എൻ്റെ അർബാബിൻ്റെ വീട്ടിൽ, അതിൻ്റെ പരിസരത്തെ തണലും കാര്യമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആ ചെടികൾ പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ടാകുന്നത്. ജാപ്പാനീസ് ഡെലിഗേഷനാണ് വന്നത്. ജപ്പാനുകളിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ വർഷങ്ങളോളം ഗവേഷണം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഏത് ചെടികൾ ഈ നാട്ടിൽ പിടിച്ചുപിടിപ്പിക്കുക, ഇവിടുത്തെ പാർക്കുകളിൽ, റോഡിൻ്റെ സൈഡുകളിൽ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് യുക്തമായി ചെയ്യുന്ന കാര്യങ്ങളല്ല, ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസ് 2006
2006 മഹാനവറുകൾ മരിച്ചതിന് 2 വർഷത്തിൻ്റെ ശേഷം ഷെയ്ഖ് സായിദ് അവറുകൾ അവർ പ്രഖ്യാപിച്ചു, ദ ചാമ്പ്യൻ ഓഫ് എർത്ത്, ഈ ഭൂമിയുടെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്ഥാനം മഹാനവറുകൾക്ക് കൊടുത്തു. അപ്പോഴേക്കും അവർ വഫാത്തായിട്ടുണ്ടായിരുന്നു. അത്രയും കൂടുതൽ പ്ലാന്റുകൾ വെച്ചുപിടിപ്പിച്ചില്ലേ. ഈ മരുഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു അത്ഭുതമാണ്. ഇവിടുത്തെ ചെടികൾ, മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ മഴയിൽ മുളക്കുന്ന ചെടികളൊക്കെ വലിയ അത്ഭുതമാണ്. ഇലകൾ വളരെ തിക്നെസ് കൂടുതലാണ്, ഇലകൾ കട്ടി കൂടുതലാണ്. കാരണം നമ്മുടെ മാവിൻ്റെ ഇല പോലെ പരന്നു കിടക്കുന്നതാണ്. വാഴയില പോലെ പരന്നതാണെങ്കിൽ കടുത്ത ചൂട് വരുമ്പോൾ ഡ്രൈ ആയി ഉണങ്ങിപ്പോകും. അപ്പോൾ ചൂടിൽ വെള്ളം പിടിച്ചു നിർത്താൻ പറ്റുന്ന കട്ടിയുള്ള ഇലകളാണ് മരുഭൂമിയിലെ ചെടികൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. ആ ചെടികളൊക്കെ പെട്ടെന്ന് മുളച്ചു പൊന്തുന്നു. ചൂടുകാലമാകുമ്പോൾ പിന്നെ ഉണങ്ങി മഞ്ഞയാണ്, ഒരു കാറ്റടിച്ചാൽ അത് പാറിപ്പോകുന്നു. ഇങ്ങനെയാണ് ഈ ലോകം നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇത്രയും നശ്വരമാണ് ഈ ലോകമെന്നറിയുമ്പോൾ തീർച്ചയായും ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് ഒരുങ്ങാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ദുനിയാവ് എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. അൽമാലു വൽ ബനൂൻ, മക്കളും സമ്പത്തും, സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിൻ്റെ വലിയൊരു അലങ്കാരം തന്നെയാണ്. അത് ശരിയാണ്. ഇങ്ങനെ മക്കളുണ്ടാവുക, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതിൻ്റെ വിഷമറിയാം. മക്കളുണ്ടാവുന്നതും സമ്പത്തുണ്ടാകുന്നതും ഈ ലോകത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ലോകത്തിൻ്റെ ഒരു ആർഭാടമാണ്, ഈ ലോകത്തിൻ്റെ ഒരു ചമൽക്കാരമാണ്, അതിൻ്റെ ഒരു ആനന്ദമാണ്. അള്ളാഹു മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര പ്രായമാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 86-ലും 90-കളിലും മക്കളെ കൊടുത്ത തമ്പുരാൻ നമ്മുടെ കൂട്ടത്തിൽ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അവർക്ക് അള്ളാഹു കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വളരെ ഹൈറായ ഒരു നല്ല വിശേഷം ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവർക്കൊക്കെ നല്ല സുഖപ്രസവവും സ്വാലിഹീങ്ങളായ മക്കളെയും അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു പറയാൻ, എന്നാലും വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, ബാഖിയാതുസ് സ്വാലിഹാത്തുകളാണ് അള്ളാഹുവിൻ്റെ അരികത്ത് ഏറ്റവും നമുക്ക് പ്രതിഫലം കിട്ടാനും പ്രതീക്ഷ വെക്കാനും നല്ലത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. മക്കൾ ഇല്ല എന്ന് വിചാരിക്കുക, നമുക്ക് സൽക്കർമ്മങ്ങളുണ്ട്, മതി, വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. മക്കളുണ്ടായി, ആ മക്കൾ മോശമായിപ്പോയി, കള്ളുകുടിയന്മാരായി പോയി, എന്ത് കാര്യം? മക്കളുണ്ടായില്ല, സമ്പത്തുണ്ടായില്ല, വിഷമിക്കല്ലേ. അതിനേക്കാളും നിങ്ങൾക്ക് റബ്ബിന്റെ മുമ്പിൽ പ്രതീക്ഷ വെക്കാൻ കഴിയുന്നത് വൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്. അതൊരു ദിക്റിനെ സംബന്ധിച്ചുള്ള വാക്കാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി ചർച്ച ചെയ്യണം. മൊത്തത്തിലുള്ള അർത്ഥം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം. മക്കളില്ല, കുറച്ച് എത്തിയും കുട്ടികൾ നമ്മൾ ദത്തെടുക്കുന്നു, അവരെ വളർത്തുന്നു. മക്കളില്ല, കുറച്ച് വിധവകൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നു. മക്കളില്ല, കുറച്ച് പാവപ്പെട്ട കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുന്നു. മാഷാ അല്ലാഹ്, ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഖൈറുൻ അമല, ഏറ്റവും നല്ല പ്രതീക്ഷ വെക്കാൻ നിങ്ങൾക്ക് സ്വന്തം മക്കളിൽ പ്രതീക്ഷ വെക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം നമ്മൾ മറ്റുള്ള മക്കൾക്ക് സേവനം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സംരക്ഷിക്കുമ്പോൾ. നമ്മുടെ മക്കളല്ലാത്ത യതീമുകളായ മക്കളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ സ്വന്തം മക്കളിൽ നമുക്ക് പ്രതീക്ഷ വരുന്നതിനേക്കാളും നല്ല പ്രതീക്ഷ ഈ നന്മയിലാണ്. ഖൈറുൻ അമല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയമില്ല. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ വ ഹബീബിനാ മുഹമ്മദ്. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, നിന്റെ അടിമകളിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരും അമലും ഇൽമും കുറഞ്ഞവരും തഖ്വ കുറഞ്ഞവരുമായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും പ്രവാസ ലോകത്ത് വന്ന് ഒഴിവുള്ള സമയം ജോലി കഴിഞ്ഞും അല്ലാതെയും ഒഴിവുള്ള നേരം ഇൽമു പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും സമയം കണ്ടെത്തുന്ന, നിരന്തരമായി എല്ലാ നന്മകൾക്ക് വേണ്ടിയും ഓടിയെത്തുന്ന അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ റഹ്മാൻ റഹീമേ, ഈ സദസ്സിലേക്ക് വന്ന എല്ലാ ആളുകളെയും, ഇവിടേക്ക് വരാറുണ്ടായിരുന്നവർ, ഇനി എന്തെങ്കിലും പണക്കം കൊണ്ട് തെറ്റിപ്പോയവരാണെങ്കിലും സർവശക്തനായ അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അത് നിനക്കറിയുമല്ലോ, അത് ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഖദായിലും
ഖദറിലും നീ വെച്ചിട്ടുള്ള എന്തെല്ലാം ബലാ മുസീബത്തുകളുണ്ടോ അള്ളാഹുവെ നീ തട്ടി നീക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്നെ മറപ്പിച്ചു കളയുന്ന ഒരു സമ്പാദ്യം അള്ളാഹു ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നീ തരുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് സ്തുതി ചെയ്യാനും നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും തൗഫീഖ് താ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ദുനിയാവ് കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ദുനിയാവ് കൊണ്ട് ഈമാനും അഖീദയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോവാതെ കാക്കണേ റബ്ബേ. നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യങ്ങൾ ഞങ്ങൾ ആർക്കും തരല്ലേ റബ്ബേ. അള്ളാഹു ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് നീ ഐശ്വര്യം നൽകണേ റബ്ബേ. ഹലാല് കൊണ്ട് ഐശ്വര്യം താ തമ്പുരാനെ. ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. ഇസ്സത്തിലായതിൻ്റെ ശേഷം അപമാനത്തിലേക്ക് പോവാതെ കാക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് താ റബ്ബേ. ചെയ്യുന്ന ജോലികളിൽ ബറക്കത്തിനെ തരണേ റബ്ബേ. ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവോ, ഏത് നാട്ടിൽ ജോലി ചെയ്യുന്നുവോ ആ നാട്ടുകാർക്കും ഞങ്ങളുടെ മേലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഞങ്ങളോട് കരുണയും ദയാവായ്പും തോന്നിപ്പിക്കണേ തമ്പുരാനെ. ജോലി നഷ്ടപ്പെടാനിരിക്കുന്നവർ, നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടുമോ എന്ന പേടിയുള്ളവർ അല്ലാഹുവർക്കൊക്കെ ഖൈറായത് നീ പകരം കൊടുക്കണമേ അല്ലാ. ഖൈറായത് പകരം കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ രാജ്യത്ത് വരാതെ നീ കാക്കണേ റബ്ബേ. കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് അല്ലാഹുവേ ലോക മുസ്ലിം രാജ്യങ്ങൾക്ക് അത്തരം പരീക്ഷണങ്ങളൊന്നും കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഈ നാട്ടിൽ കിട്ടിയ നിഅമത്തുകൾക്ക് അല്ലാഹു ഞങ്ങൾ ഈ നാട്ടുകാരോട്, ഈ മണ്ണിനോട്, ഇവിടുത്തെ ഭരണാധികാരികളോട് കടപ്പെട്ടവരാണ്. അല്ലാഹുവർക്കൊക്കെ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ പ്രയാസങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരെ എന്തെങ്കിലും സഹായിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാനുള്ള കഴിവ് നൽകണേ റബ്ബേ. കടം കൊണ്ട് കുടുങ്ങിയവരാണ് റബ്ബേ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും ഞങ്ങളുടെ കടങ്ങളൊക്കെ അറിയുന്ന റബ്ബേ. ഹലാലായ വഴിയിൽ, നിനക്ക് പൊരുത്തമുള്ള വഴിയിൽ അതൊക്കെ വീട് കിട്ടാനുള്ള വഴി എളുപ്പമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, കടബാധ്യതകളെ കൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, മക്കളെ വിവാഹം ചെയ്യിച്ചയച്ചും വിവാഹം ചെയ്യിക്കാനിരിക്കുകയും വന്ന കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ നീ സലാമത്തിലാക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് ഇണകളെ നൽകി വിവാഹം നടത്താൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന ആളുകളും അല്ലാത്തവരും വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹു അവർക്ക് ഖൈറായ ഭവനം നീ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ റബ്ബേ. എത്രയോ കാലമായി നിന്നോട് അവർ ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു നിന്റെ റഹ്മത്തും നിന്റെ കനിവ് കൊണ്ടും നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ ഖായിബാക്കി മടക്കാൻ നിനക്ക് നാണമാണല്ലോ റബ്ബേ. അല്ലാഹു നീ അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മക്കളെ വൈകാതെ തന്നെ വളരെ പെട്ടെന്ന് നൽകണം തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവർക്കും സന്തോഷം താ റബ്ബേ. നല്ല സുഹൃത്തുക്കൾ തരണേ തമ്പുരാനെ. നല്ല കുടുംബ ബന്ധം നൽകണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാരൊക്കെ സ്വാലിഹത്തുകളായി സ്വാലിഹീങ്ങളായി നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു ഞങ്ങളുടെ ചുറ്റുപാടിലും ഞങ്ങളുടെ ഉമ്മത്തിലും അല്ലാഹുവേ വഴിതെറ്റി നടക്കുന്ന യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും വിദ്യാർത്ഥിനികൾ അല്ലാഹുവേ ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് അടിമപ്പെടുകയും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രം ചെയ്യുകയും ഈ ശരീരം പടച്ച അല്ലാഹുവിനെ മറന്നു ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലാഹുവേ നിന്റെ വഴിയിലേക്ക്, ഹിദായത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദിൻ്റെ ആനന്ദം അല്ലാഹു അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ അല്ലാഹുവേ. അല്ലാഹുവേ, എന്തെല്ലാം ശാരീരികമായ പ്രയാസങ്ങളുണ്ടോ അല്ലാഹു അതൊക്കെ നീ നീക്കിത്തരണേ റബ്ബേ. ഞങ്ങൾ നിന്നോട് ആഫിയത്തിന് ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ എന്തൊക്കെ കാരണമാണോ ആ കാരണങ്ങൾ ഞങ്ങൾക്ക് നീ എത്തിക്കണം തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നിന്റെ ദീനിൻ്റെ ദഅവത്തിൽ വ്യാപൃതരായ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന നാടുകളിലൊക്കെ ഓരോരോ വഅളുകളും അല്ലാത്തതുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് സംഘാടകർ, പ്രവർത്തകന്മാർ, കേൾക്കാൻ ഓടിവരുന്ന നാട്ടുകാരും സഹോദരിമാർ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ, പല സ്ഥലങ്ങളിലായി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവർ, അല്ലാഹുവേ എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അവരിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഖബറാളികൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുന്യവിയായ ഒരുപാട് ആഗ്രഹങ്ങൾ നിന്നോട് പറയാനുണ്ടെങ്കിലും ആഖിറം ഞങ്ങൾക്ക് വലുതാണ് റബ്ബേ. ഞങ്ങളുടെ മരണവും ഞങ്ങളുടെ ജീവിതവും നീ ഇഷ്ടപ്പെടുന്നതാക്കി താറമ്പരാ. നീ ഇഷ്ടപ്പെടുന്നതാക്കി തരണേ തമ്പുരാനെ. ഇൽമും അമലും സ്വാലിഹായ കർമ്മങ്ങളും അല്ലാഹു എവിടെയും എവിടെന്നും ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് താ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ നിന്നിലേക്ക് ഇഷ്ടപ്പെട്ടൊരു സമയത്ത് നീ ഞങ്ങളെ കൊണ്ടുപോകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഓരോ ഉറക്കവും ഉണർച്ചയും നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിലാക്കി തരണേ റബ്ബേ. മരിച്ചുപോയി ഖബറിൽ കിടക്കുമ്പോൾ ആ ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്നു എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വിശാലമായ ഖബറുകൾ ഞങ്ങൾക്കും
ഞങ്ങൾക്കും ഞങ്ങൾ മരിച്ചുപോയവർക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും നീ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും, അത് ശത്രുക്കളാണെന്നോ മിത്രങ്ങളാണെന്നോ വ്യത്യാസമില്ല റബ്ബേ. കലിമത്തു ഷഹാദയിൽ വിശ്വസിക്കുകയും നിനക്ക് വേണ്ടി ഖിബിലായിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ പാരത്രികവും ദുന്യവിയുമായ ഖൈർ നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. ലാ തസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ, ഒരാക്ഷേപങ്ങളോ പരിഹാസങ്ങളോ കളിയാക്കലോ ഇല്ലാത്ത സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു എല്ലാവരെയും, ഞങ്ങളെ കളിയാക്കുന്നവരെ പോലും ഞങ്ങൾ പരിഹസിക്കുന്നവരെ പോലും എല്ലാ മുഅ്മിനാത്തുകളെയും ദീനിൻ്റെ അഹലുകാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിത്താ തമ്പുരാനെ. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, ഖൽബിനുള്ളിലെ എല്ലാവിധ മോശപ്പെട്ട സ്വഭാവങ്ങളും നീ എടുത്തു മാറ്റി ശുദ്ധിയാക്കുന്ന ഒരു ലോകമാണല്ലോ നിന്റെ ജന്ന. ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ റഹ്മാനെ. അവിടെ വെച്ച് ഹബീബിനെ കാണിച്ചു തരണേ തമ്പുരാനെ, നിന്നെ കാണിച്ചു തരണമേ റഹ്മാനെ, അംബിയാഇനെ കാണിച്ചു താ തമ്പുരാനെ. അങ്ങനെ നിന്റെയും നിന്റെ മലായികത്തിങ്ങളുടെയും അംബിയാഇന്റെയും സുഹ്ബത്തിലായി അനന്തമായ കാലം ജീവിക്കുന്ന ആ ഒരു നിന്റെ സാമീപ്യത്തിലുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആ യാത്രയിലായി ഞങ്ങളുടെ വേർപിരിഞ്ഞു പോയ ഈ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് മരിച്ചുപോയവർ എല്ലാവരെയും അല്ലാഹുവേ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. മഗ്രിബിന് ശേഷം എല്ലാ ശനിയാഴ്ചയും സ്ത്രീകളുടെ ക്ലാസ് നടക്കുന്നുണ്ട്. സഹോദരിമാർ അതിലേക്ക് പറ്റുന്നവരൊക്കെ എത്തിച്ചേരാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മൾ 8:45 ക്ലാസ് തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.